ഹായ് ഓൾ, വെൽക്കം ടു ട്രേഡ് സൈക്ലോപീഡിയ. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇൻട്രാഡേ സ്ട്രാറ്റജി സ്ട്രീക്ക് യൂസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാം എന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ആ സ്ട്രാറ്റജിയുടെ നെയിം 52 വീക്ക് അല്ലെങ്കിൽ ഇയർലി ഹൈ ബ്രേക്ക് ഔട്ട്. സോ എന്താണ് ആ സ്ട്രാറ്റജി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് അതൊരു ഇൻട്രാഡേ സ്ട്രാറ്റജിയാണ്. സോ ബ്രേക്ക് ഔട്ട് ട്രേഡ് ചെയ്യുന്നവർക്കെല്ലാം അറിയാം എന്താണ് ബ്രേക്ക് ഔട്ട് മൂവ് ക്യാപ്ചർ ചെയ്യുന്ന നോർമലി. സോ അതിൽ തന്നെ വളരെ പോപ്പുലർ ആയിട്ടുള്ളതാണ് ഈ ഇയർലി ഹൈ. അതായത് ഒരു സ്റ്റോക്ക് അതിൻ്റെ 1 ഇയർ പീരീഡിലെ ഏറ്റവും ഹൈ പ്രൈസ് ക്രോസ് ചെയ്ത് ഒരു സ്റ്റോക്ക് പോയി കഴിഞ്ഞാൽ ഇൻട്രാഡേയിൽ അത് ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന വിത്ത് നല്ല വോളിയത്തിൽ ആ സ്റ്റോക്ക് അതിൻ്റെ പ്രൈസ് 1 ഇയർ പീരീഡിലെ ഹൈ പ്രൈസിനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കും. ആ ബ്രേക്ക് ഔട്ട് കറക്റ്റ് ടൈമിൽ മാർക്കറ്റ് സ്കാൻ ചെയ്ത് ബ്രേക്ക് ഔട്ടിന് മുന്നേ തന്നെ നമ്മൾ ആ സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ ബ്രേക്ക് ഔട്ട് സംഭവിക്കുന്ന സ്റ്റോക്കുകളിൽ നമ്മളെ ആ ബ്രേക്ക് ഔട്ട് സംഭവിക്കുന്ന പോയിന്റിൽ നമ്മൾ എൻട്രി എടുത്ത് അതിൻ്റെ ഒരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഇൻട്രാഡേ മൂവ് ഒരു 0.5% അല്ലെങ്കിൽ 1%, ഒരു നല്ല വോളിയത്തിലൊക്കെ ബ്രേക്ക് ഔട്ട് സംഭവിക്കുന്ന സ്റ്റോക്കുകൾക്ക്, നല്ല ലിക്വിഡിറ്റി ഉള്ള സ്റ്റോക്കുകൾക്ക് സ്വാഭാവികമായിട്ട് ഒരു 1% മൂവ് ഒക്കെ കിട്ടും. നമ്മൾ ഇവിടെ 1% മൂവ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് കണ്ടീഷൻസ്, കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഇൻഡിക്കേറ്റേഴ്സ് എന്തിനാണ് ഇത്ര അധികം ഇൻഡിക്കേറ്റേഴ്സ് ഇതിൽ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്, ഈ ബ്രേക്ക് ഔട്ട് സംഭവിക്കുമ്പോൾ ഫോൾസ് ബ്രേക്ക് ഔട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് പ്രൈസ് ഒരു പക്ഷേ ആ പ്രൈസ് റീജിയൻ ആ ഒരു പീരീഡ് ഹൈ 1 ഇയർ പീരീഡ് ഹൈ ക്രോസ് ചെയ്ത് മുകളിൽ പോകാം. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന വോളിയത്തിലും ഈ പറഞ്ഞ ഒരു മൊമെൻറ്റം കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആ ഇൻട്രാഡേ പൊസിഷൻ എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു 0.5% അല്ലെങ്കിൽ 1% പ്രോഫിറ്റ് നമുക്ക് കിട്ടണമെന്നില്ല. അപ്പം അങ്ങനെ ഫോൾസ് ബ്രേക്ക് ഔട്ടുകളിൽ നമ്മൾ ട്രാപ്പ് ആവാതിരിക്കാൻ വേണ്ടി ഇതുപോലെയുള്ള ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് മാക്സിമം എലിമിനേറ്റ് ചെയ്ത്, അതായത് റിസ്കുകൾ എലിമിനേറ്റ് ചെയ്തിട്ട് ഫോൾസ് ബ്രേക്ക് ഔട്ടിൻ്റെ ചാൻസുകൾ മാക്സിമം എലിമിനേറ്റ് ചെയ്ത് വളരെ ഫൈൻ ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ട് മാത്രം സംഭവിക്കുകയാണെങ്കിൽ അത് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്ട്രീക്ക് യൂസ് ചെയ്യുന്നവർക്ക് അറിയാം, കാരണം ഇത് ഓട്ടോമാറ്റിക് ആണ്. നമ്മളിത് സ്കാൻ ചെയ്ത് സ്റ്റോക്കുകൾ നേരത്തെ കണ്ടെത്തി അത് സ്ട്രാറ്റജിയിലേക്ക് ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് മാർക്കറ്റ് ടൈം മോണിറ്റർ ചെയ്യുന്നില്ല. നമ്മൾ ചാർട്ടോ ഇൻഡിക്കേറ്ററോ ഈ പ്രൈസ് അതൊക്കെ ഇൻഡിക്കേറ്റർ ഫോളോ ചെയ്യുന്നുണ്ടോ ഒന്നും നമ്മൾ വാച്ച് ചെയ്യുന്നില്ല. ഇതെല്ലാം സ്ട്രീക്ക് ത്രൂ തന്നെയാണ് ചെയ്യുന്നത്. സോ അപ്പോൾ ഇത്രയധികം കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ഏറ്റവും ഫൈനായിട്ടുള്ള ബ്രേക്ക് ഔട്ടുകൾ മാത്രമായിരിക്കും നമുക്ക് എൻട്രി കിട്ടുന്നത്. അതുകൊണ്ട് ലോസ് വരാനുള്ള സാധ്യത തീരെ കുറവായിരിക്കും. ബട്ട് സ്ട്രിക്റ്റ് നമ്മളൊരു സ്റ്റോപ്പ് ലോസ് ഫോളോ ചെയ്യുന്നുണ്ട്, എക്സിറ്റ് കണ്ടീഷനും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്ട്രാറ്റജിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങുന്നതിന് മുന്നേ ഇതുവരെയും സ്ട്രീക്ക് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ലാത്തവർ, അല്ലെങ്കിൽ സ്ട്രീക്കിൽ സ്കാനർ സെറ്റപ്പ് ചെയ്തും സ്ട്രാറ്റജീസ് ക്രിയേറ്റും ഡിപ്ലോയ് ഒക്കെ ചെയ്ത് എക്സ്പീരിയൻസ് ഇല്ലാത്തവർ തീർച്ചയായിട്ടും സ്ട്രീക്കിൻ്റെ ബേസിക് എൻട്രി കണ്ടീഷൻസ് എന്താണ്, സ്ട്രീക്ക് ആൽഗോ ട്രേഡിങ് എങ്ങനെ അത് വെച്ച് ചെയ്യാമെന്നുള്ളതും അതിൻ്റെ ബേസിക് കണ്ടീഷൻസ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക. സോ ഞാനിതിന് മുന്നേ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ബേസിക് ആയിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട്. സോ അത് കണ്ടിട്ടില്ലാത്തവർ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയാത്തവർ തീർച്ചയായിട്ടും അത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇത് ഫോളോ ചെയ്യുക. കാരണം ഇത് കുറച്ച് അധികം കണ്ടീഷൻസ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബേസിക് ആയിട്ടുള്ളത് മനസ്സിലായെങ്കിൽ മാത്രമേ ഇത് നമുക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ തീർച്ചയായിട്ടും ഞാനത് വീഡിയോ സജഷൻസിൽ കൊടുക്കാം. അത് കണ്ടിട്ടില്ലാത്തവർ അത് കണ്ട് അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ വീഡിയോ തുടർന്ന് കാണുക. സോ ഇതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ് VWAP ഇൻഡിക്കേറ്റേഴ്സ്, അത് മുന്നേ പറഞ്ഞിട്ടുണ്ട്. വോളിയം വെയ്റ്റഡ് ആവറേജ് പ്രൈസ്. ദെൻ നെക്സ്റ്റ് വൺ ATR ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ്. ATR ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ ആവറേജ് ട്രൂ റേഞ്ച് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ്. അതായത് ഇത് നമ്മളൊരു എക്സിറ്റ് കണ്ടീഷനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നതിൻ്റെ ഒരു റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് സ്റ്റോപ്പ് ലോസിന് വേണ്ടി സെറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്ററാണിത്. സ്വാഭാവികമായിട്ട് ഒരു സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു അപ് ട്രെൻഡിൽ നിൽക്കുന്ന സ്റ്റോക്ക് ആണെങ്കിൽ ഈ ATR ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഇൻഡിക്കേറ്റർ എപ്പോഴും ആ സ്റ്റോക്കിൻ്റെ താഴെയായിരിക്കും വരുന്നത്. അതേപോലെ ഡൗൺ ട്രെൻഡിൽ നിൽക്കുന്ന ഒരു സ്റ്റോക്ക് ആണെങ്കിൽ ആ ATR ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ആ സ്റ്റോക്ക് പ്രൈസിൻ്റെ മുകളിലായിരിക്കും വരുന്നത്. അപ്പോൾ അപ് ട്രെൻഡിൽ നിൽക്കുന്ന സ്റ്റോക്കിൽ താഴെ ഇതുണ്ടെങ്കിൽ, ഇൻ കേസ് മാർക്കറ്റ് കണ്ടീഷൻ റിവേഴ്സായി, ട്രെൻഡ് റിവേഴ്സായി ഒരു പക്ഷേ പ്രൈസ് ഈ ATR ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസിൻ്റെ താഴെ വന്ന് ക്ലോസ് ചെയ്യുവാണെങ്കിൽ ആ പൊസിഷൻ നമുക്ക് എക്സിറ്റ് ചെയ്യാം. കാരണം അതൊരു സെൽ എൻട്രി ആവും, സെൽ സൈഡ് ആവും. കാരണം ട്രെൻഡ് റിവേഴ്സായി ATRൻ്റെ താഴെ. അങ്ങനെ ആ ഒരു പൊസിഷൻ എക്സിറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് പ്രൈസ് ATRന് താഴെ ക്ലോസ് ചെയ്യുവാണെങ്കിൽ മാത്രം എക്സിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊരു സ്റ്റോപ്പ് ലോസും കൊടുക്കുന്നുണ്ട് ഓൾറെഡി. ബട്ട് സ്റ്റിൽ ഇതൊരു അഡീഷണൽ എക്സിറ്റ് കണ്ടീഷനായിട്ട് ഈ ഒരു സ്ട്രാറ്റജിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ സിമ്പിൾ വോളിയം. ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്, നമ്മൾ ബ്രേക്ക് ഔട്ട് ക്യാപ്ചർ ചെയ്യുമ്പം ഒരു പ്രീവിയസ് 2 ദിവസത്തെ വോളിയത്തിനേക്കാൾ കൂടുതലാണ്, അല്ലെങ്കിൽ പ്രീവിയസ്
കുറച്ച് പീരീഡിലെ വോളിയത്തേക്കാൾ കൂടുതലാണ് കറണ്ട് ആ ബ്രേക്ക്ഔട്ട് ക്യാൻഡലിൻ്റെ വോളിയം എങ്കിൽ മാത്രമേ നമ്മൾ എൻട്രി എടുക്കൂ. ഇതെല്ലാം നമുക്ക് സ്ട്രീക്കിൽ പ്ലോട്ട് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻഡിക്കേറ്റർ ആണ് മണി ഫ്ലോ ഇൻഡെക്സ്, അതായത് MFI. അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനാണിത്. അതായത് MFI കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് അതിന് കുറച്ച് കാൽക്കുലേഷൻസ് കാര്യങ്ങളുണ്ട്. സിമ്പിളായിട്ട് അതൊരു മണി ഫ്ലോ, ഒരു സ്റ്റോക്ക് പ്രൈസിലേക്കുള്ള ഒരു ഇതിലേക്കുള്ള മണി ഫ്ലോയുടെ ഒരു റേഷ്യോ, അതിൻ്റെ ഒരു MFI ഓസിലേറ്റർ യൂസ് ചെയ്തിട്ടാണ്. അതിൻ്റെ റീഡിങ്സ് എന്ന് പറയുന്നത് MFI ബിലോ 20 ആണെങ്കിൽ ഒരു സ്റ്റോക്കിന് MFI ഇൻഡെക്സ് അതിൽ ബിലോ, ഞാനത് ചാർട്ടിൽ കാണിക്കാം, ബിലോ 20 ആണെങ്കിൽ അതൊരു ഓവർ സോൾഡ് ലെവലാണ്. അതേപോലെ തന്നെ എബവ് 80 ആണെങ്കിൽ അതൊരു ഓവർ ബോട്ട് ലെവലായിട്ട് കൺസിഡർ ചെയ്യും. സോ നമ്മൾ ഇവിടെ എൻട്രി എടുക്കുമ്പം സ്ട്രാറ്റജിയിൽ ഒരു സ്റ്റോക്കിൻ്റെ MFI ഒരു 50ക്ക് മുകളിലാണെങ്കിൽ മാത്രം, ആ ബ്രേക്ക്ഔട്ട് കിട്ടുന്ന പോയിന്റിൽ 50ൽ എബോവ് ആണെങ്കിൽ, ഇപ്പോൾ 20 ബിലോ ഒക്കെ ആണെങ്കിൽ അത് ഓവർ സോൾഡ് ലെവലാണ്, അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലാണെങ്കിൽ എൻട്രി വേണ്ട. നമുക്ക് ആ ഒരു റിസ്ക്, ഒരു ഫോൾസ് ബ്രേക്ക്ഔട്ട് ആകാം ഒരു പക്ഷേ. അപ്പോൾ ആ ഒരു കണ്ടീഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. ഫൈൻ ആയിട്ടുള്ള ബ്രേക്ക്ഔട്ടുകൾ മാത്രം മതി നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നത്. ഓക്കെ, സോ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്കാനർ, അതായത് ഒരു സ്റ്റോക്ക് ബ്രേക്ക്ഔട്ട് സംഭവിച്ച് പോയതിന് ശേഷം നമ്മൾ ആ സ്റ്റോക്ക് കണ്ടിട്ടും പിന്നീട് ആ ചാർട്ട് നോക്കിയിട്ടും അവിടെ എൻട്രി എടുക്കാമായിരുന്നു എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. നമുക്കിത് യൂസ്ഫുൾ ആവണമെങ്കിൽ ആ ബ്രേക്ക്ഔട്ട് സംഭവിക്കുന്നതിന് മുന്നേ ആ സ്റ്റോക്ക് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതായത് ഒരു സ്റ്റോക്ക് അതിൻ്റെ 1 ഇയർ പീരീഡിൻ്റെ ഹൈ പ്രൈസ്, അതായത് 52 വീക്കിൻ്റെ ഹൈ പ്രൈസിൻ്റെ അടുത്ത് ട്രേഡ് ചെയ്യുമ്പോൾ, ഒരു നിയർലി ഒരു സപ്പോസ് ഒരു 5% അടുത്ത് ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ സ്റ്റോക്കുകൾ സ്കാൻ ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കത് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ സ്ട്രാറ്റജിയിലേക്ക് ഡിപ്ലോയ് ചെയ്തിടാം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ബ്രേക്ക്ഔട്ട് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഈ പ്രൈസ് എപ്പോഴും ബ്രേക്ക്ഔട്ട് സംഭവിക്കണമെന്നില്ല, ഒരു പക്ഷേ റെസിസ്റ്റൻസിൽ വന്ന് അത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്ത് ആ ഒരു പ്രൈസ് താഴെ പോവാം. അതായത് 52 വീക്ക് ഹൈ ക്രോസ് ചെയ്യാതെ ആ സ്റ്റോക്ക് ടെസ്റ്റ് ചെയ്തിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ നമുക്ക് എൻട്രി കിട്ടില്ല. ബ്രേക്ക്ഔട്ട് സംഭവിക്കുകയാണെങ്കിൽ മാത്രം എൻട്രി കിട്ടും. അപ്പം ബ്രേക്ക്ഔട്ടിന് മുന്നേ നമ്മൾ പ്രിപ്പയർ ആയിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് എൻട്രി കിട്ടൂ. സോ അതുകൊണ്ട് സ്റ്റോക്ക് നമ്മൾ സ്കാനർ ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെ ബ്രേക്ക്ഔട്ട് കിട്ടാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ സ്ട്രീക്ക് യൂസ് ചെയ്തിട്ട് തന്നെ സ്കാനർ ക്രിയേറ്റ് ചെയ്യാം. ദെൻ സ്ട്രീക്ക് യൂസ് ചെയ്തിട്ട് തന്നെ സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു ബ്രേക്ക്ഔട്ട് ക്യാപ്ചർ ചെയ്യുന്നതാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ കുറച്ച് കാര്യങ്ങൾ ഇതിനുവേണ്ടി മനസ്സിലാക്കണം. അത് ഞാൻ പറഞ്ഞു തരാം. അണ്ടർസ്റ്റാൻഡിങ് ക്യാൻഡിൽസ് എന്നുള്ളത് അതിന് മുന്നേ ഒരു ചാർട്ടിൽ ഞാൻ കാണിച്ചു തരാം. സിമ്പിളായിട്ട് എന്താണ് ബ്രേക്ക്ഔട്ട് സംഭവിക്കുന്നത്, ഏതൊരു മൂവ് ആണ് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. സോ നമുക്കൊരു സ്റ്റോക്ക് ചാർട്ടിൽ നോക്കാം. അതായത് എന്താണ് ഒരു ബ്രേക്ക്ഔട്ട്, എങ്ങനെയാണ് അത് സംഭവിക്കുന്നത് എന്നുള്ളത്, എന്താണ് നമ്മൾ ക്യാപ്ചർ ചെയ്യാൻ നോക്കുന്നതെന്നും ആദ്യം മനസ്സിലാക്കാം. സോ ആ ചാർട്ടിലേക്ക് പോവാം. സോ ഒരു സ്റ്റോക്ക് റീസെൻ്റ്ലി എനിക്കൊരു ബ്രേക്ക്ഔട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയതാണ് ഈ ഡാബർ സ്റ്റോക്കിൽ. സോ അത് തന്നെ നമുക്കെടുക്കാം. ഇത് കൈറ്റ്സിൻ്റെ തന്നെ ചാർട്ടാണ്. ദെൻ അത് ഒന്ന് പോപ്പ് ഔട്ട് ചെയ്ത് കറൻ്റ്ലി ഉള്ള സ്റ്റഡീസ് എല്ലാം ക്ലിയർ ചെയ്ത്. സോ ഇതൊരു ഫ്രഷ് ചാർട്ടാണ്. സോ ഞാൻ പറഞ്ഞു നമുക്ക് 1 ഇയർ ആണ് വേണ്ടത്. അപ്പം 1 ഇയർ പീരീഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. 1 ഇയർ പീരീഡ് എടുത്തപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് 1 വീക്കാണ് ടൈം ഫ്രെയിം വന്നേക്കുന്നത്. 1 വീക്ക്ലി ക്യാൻഡിൽ 1 ഇയർ എന്ന് പറയുന്നത് ഇവിടെ, സോ ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ 1 ഇയറിൽ 52 ട്രേഡിംഗ് വീക്കാണുള്ളത്. അപ്പോൾ 1 ഇയറിൻ്റെ ഒരു ചാർട്ട് നോക്കിയാൽ അതിൽ വീക്ക്ലി ഫ്രെയിംസ് എടുത്തു കഴിഞ്ഞാൽ 52 വീക്ക്ലി ക്യാൻഡിൽസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ 52 വീക്ക് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സോ ഇതാണ് ഒരു 1 ഇയർ ടൈം പീരീഡിൽ 52 ക്യാൻഡിൽസ് വരും. 1 വീക്ക്ലി ക്യാൻഡിൽസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഹൈ ബ്രേക്ക്ഔട്ട് ചെയ്യുന്ന ആ ഒരു പോയിൻ്റാണ് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നത്. എന്നാൽ ഞാനതിനായിട്ട് ആ ഒരു ഹൈ ഒന്ന് മാർക്ക് ചെയ്യാം. സോ ഒരു ഹൊറിസോണ്ടൽ ലൈൻ, ദെൻ ഓൾമോസ്റ്റ് അതിലൊരു പീരീഡ് ഹൈ വരുന്നത് ഒരു തിക്ക് ക്യാൻഡിൽ എടുക്കാം. ഓക്കെ, സോ ഇതാണ് ഒരു ഹൈ വന്നേക്കുന്നത്. ഈ ഒരു ഹൈ ഞാൻ മാർക്ക് ചെയ്തു. 1 ഇയർ പീരീഡാണ് ഇത് ഫുള്ള്. വീക്ക്ലി ക്യാൻഡിൽസ് എടുത്തു, വീക്ക്ലി അല്ലെങ്കിൽ ഡെയിലി എടുക്കാം. പക്ഷേ വീക്ക്ലി എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഷ്രിങ്ക് ആയിട്ടിരിക്കും, മാർക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. അങ്ങനെ എടുത്തു. ഇനി നമുക്ക് 15 മിനിറ്റ്സ് ക്യാൻഡിലിൻ്റെ ആണ് സ്ട്രാറ്റജി നോക്കുന്നത്. 15 മിനിറ്റ്സ് ക്യാൻഡിലേക്ക് മാറ്റി 1 ഇയർ പീരീഡ് തന്നെ എടുത്തു. 15 മിനിറ്റ് ക്യാൻഡിൽ എടുത്തിട്ട് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് ഈ ഒരു നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ലൈൻ ഈ ഒരു ദിവസം 15 മിനിറ്റ്സ് ക്യാൻഡിൽ ആ ഒരു ബ്രേക്ക്ഔട്ട് ക്രോസ് ചെയ്തപ്പോൾ ഇവിടെ ഒരു ബ്രേക്ക്ഔട്ട് കിട്ടി. അപ്പോൾ 15 മിനിറ്റ് ക്യാൻഡിൽ ഇവിടെ വന്ന് ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ഒരു എൻട്രി എടുക്കും.
ഈ ഒരു പോയിന്റിൽ, അതായത് 6th ഒക്ടോബറിൽ ഇവിടെ ഒരു എൻട്രി എടുത്ത് ഒരു 0.5% അല്ലെങ്കിൽ നിങ്ങളുടെ റിസ്ക് കപ്പാസിറ്റി പോലെ, അല്ലെങ്കിൽ 1%, 1.2% അങ്ങനെ ഒരു എൻട്രി ഡീസെൻ്റ് ആയിട്ട് ഒരു 1% പ്രോഫിറ്റ് ഇവിടെ ബുക്ക് ചെയ്ത് നമുക്ക് എക്സിറ്റ് ചെയ്ത് മാറാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഇതാണ് ഒരു ബ്രേക്ക്ഔട്ട് മൂവ്. അതായത് ഫുള്ള് ഷ്രിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ചിൽ 1 ഇയറിലെ ഏറ്റവും ഹൈ പ്രൈസ് ആയിരുന്നു ഇത്. ആ ഹൈ വീണ്ടും പിന്നെ എല്ലാം ഡൗൺ ട്രെൻഡിലായിരുന്നു. പിന്നെ സ്റ്റോക്ക് തിരിച്ച് കയറി വന്നു ഈ ഒരു ഹൈ ക്രോസ് ചെയ്ത് മുകളിലോട്ട് പോയപ്പോൾ ഒരു ചെറിയ ബ്രേക്ക്ഔട്ട് മൂവ്, ഒരു ഡീസൻറ്റ് ബ്രേക്ക്ഔട്ട് മൂവ് കിട്ടി. നമ്മളത് ക്യാപ്ചർ ചെയ്തു, നമ്മൾ എക്സിറ്റ് ചെയ്ത് മാറി. നമ്മുടെ 2 പർപ്പസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ബ്രേക്ക്ഔട്ട് സംഭവിക്കുന്നതിന് മുന്നേ തന്നെ ഈ സ്റ്റോക്ക് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതായത് ഈ സ്റ്റോക്ക് ഓൾമോസ്റ്റ് ഒരു 527 ബ്രേക്ക്ഔട്ട് എങ്കിൽ അതിന് മുന്നേ ഒരു 520 ലെവലിൽ, അതായത് ബ്രേക്ക്ഔട്ട് സംഭവിക്കാൻ ഒരു 3 അല്ലെങ്കിൽ 5% മുന്നേ തന്നെ നമ്മൾ സ്റ്റോക്കുകൾ സ്കാൻ ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുക. ബ്രേക്ക്ഔട്ട് മൂവ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ആയിട്ടിരിക്കുക. അത് എങ്ങനെയാണ് ചെയ്യുന്നത്, സ്കാനർ സെറ്റപ്പ് കാര്യങ്ങളും എല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ എനിവേ, ഇതാണ് അതിൻ്റെ പർപ്പസ്. അപ്പോൾ ഇതിനുവേണ്ടി നമ്മൾ ഈ ഫാൾസ് ബ്രേക്ക്ഔട്ടുകൾ എലിമിനേറ്റ് ചെയ്ത് കളയാൻ വേണ്ടി നമുക്ക് 1-2 ഇൻഡിക്കേറ്റേഴ്സും കൂടി ഇതിൽ ആഡ് ചെയ്യാം. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അതിനുവേണ്ടി ആദ്യം വേണ്ടത് നമ്മൾ വോളിയം ആഡ് ചെയ്യുക. ജസ്റ്റ് ഒരു വോളിയം ചാർട്ട്. സോ വോളിയം ചാർട്ട് ആഡ് ചെയ്തു. സോ അത് ആഡ് ആയിട്ടുണ്ട്. സോ നെക്സ്റ്റ് വൺ നമുക്ക് വേണ്ടത് VWAP ആഡ് ചെയ്തു. സോ ഇത് വേറെ പ്രത്യേകിച്ച് കണ്ടീഷൻസും കസ്റ്റമൈസേഷൻ്റെ ഒന്നും ആവശ്യമില്ല. ദെൻ മണി ഫ്ലോ ഇൻഡെക്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ MFI മണി ഫ്ലോ ഇൻഡെക്സ്, അത് ആഡ് ചെയ്തു. ദെൻ എക്സിറ്റ് കണ്ടീഷനായിട്ട് നമുക്ക് ATR ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ ഈ സംഭവം എൻട്രി കണ്ടീഷൻസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇത്രയും ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ ആഡ് ചെയ്യുക. ഇതൊരു 1 ടൈം ആക്ടിവിറ്റിയാണ്. അതായത് ഇത് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് ഈ ചാർട്ടും കാര്യങ്ങളും നോക്കുന്നത്. കാരണം നോർമലി മാനുവലി ട്രേഡ് എടുക്കുന്നവർ ഇത്രയധികം കാര്യങ്ങളും, അല്ലെങ്കിൽ അവരുടേതായ അവർ ഫോളോ ചെയ്യുന്ന കുറേയധികം ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും ഒക്കെ ചാർട്ടിൽ പ്ലോട്ട് ചെയ്ത് എപ്പോഴും മാർക്കറ്റ് കണ്ടീഷൻ ഇങ്ങനെ വാച്ച് ചെയ്തിട്ട് ഈ പ്രൈസ് ലെവൽ ക്രോസ് ചെയ്യുമ്പോൾ ഈ കണ്ടീഷൻസ് ഒക്കെ ജസ്റ്റിഫൈ ആയിട്ടുണ്ടോ, സാറ്റിസ്ഫൈ ആയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് അവർ എൻട്രി എടുക്കുന്നത്. നമ്മൾ സ്ട്രീക്കിൽ ഈ ലോജിക്കും ഈ കോൺസെപ്റ്റ് എല്ലാം മനസ്സിലായാൽ, ഈ സ്ട്രീക്കിൽ ഇത്രയും കണ്ടീഷൻസ് നമ്മൾ സ്ട്രീക്കിലേക്ക് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആ ഒരു വീണ്ടും ഈ ഒരു പണിയുടെ ആവശ്യം വരുന്നില്ല. കാരണം ഇത് സ്ട്രീക്ക് ഈ കണ്ടീഷൻസ് എല്ലാം മീറ്റ് ആവുകയാണെങ്കിൽ മാത്രം സ്ട്രീക്ക് എൻട്രി എടുക്കും, എക്സിറ്റ് ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട്. അതാണ് ആൽഗോ ട്രേഡിങ്ങിൻ്റെ ഒരു യൂസ്. പക്ഷെ നമ്മളിത് സ്ട്രാറ്റജി വെറുതെ കോപ്പി ചെയ്ത് വെക്കുന്നതിന് പകരം ഇതിൻ്റെ ലോജിക്കിൽ, ഇതിൻ്റെ ബാക്കിൽ ഈ ചാർട്ടിൽ എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് പ്ലോട്ട് ചെയ്തേക്കുന്നതെന്ന് മനസ്സിലായെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ട്രേഡിംഗ് കോൺസെപ്റ്റ് പിടികിട്ടൂ. അതിനുവേണ്ടിയാണ് ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഇതാണ്, ഈ ഒരു പോയിന്റാണ് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബ്രേക്ക്ഔട്ടിൽ നമ്മൾ വെച്ചേക്കുന്ന കണ്ടീഷൻസ്, അതായത് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ദ ക്യാൻഡിൽ, ആ ബ്രേക്ക്ഔട്ട് ക്യാൻഡിലിൻ്റെ വോളിയം. ഇപ്പോൾ ഇവിടെയാണ് ബ്രേക്ക്ഔട്ട് സംഭവിച്ചേക്കുന്നത്. അത് പ്രീവിയസ്ലി 2 ദിവസത്തെ എങ്കിലും വോളിയത്തിനേക്കാളും ഹയർ ആയിരിക്കണം. അപ്പോൾ നമ്മളിതൊന്ന് ഇത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രീവിയസ്ലി 2 ദിവസം, ഫോർ ഡെയിലി ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ 2 ദിവസത്തെ വോളിയത്തിനേക്കാളും തീർച്ചയായിട്ടും കൂടുതലാണ് ആ ബ്രേക്ക്ഔട്ട്. അപ്പം നല്ല വോളിയത്തിലാണ് ആ ബ്രേക്ക്ഔട്ട് സംഭവിച്ചേക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഒരു ഫോൾസ് ബ്രേക്ക്ഔട്ടിൻ്റെ ഒരു കണ്ടീഷൻ, ഫസ്റ്റ് ഒരു ചാൻസ് ഉള്ളത് നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. ഓക്കെ. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് മണി ഫ്ലോ ഇൻഡെക്സ്, ഞാനത് മെൻഷൻ ചെയ്യാൻ മറന്നുപോയി. കാരണം മണി ഫ്ലോ ഇൻഡെക്സ് എന്ന് പറയുന്ന പീരീഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് 20 ആണ്. 20 പീരീഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. മണി ഫ്ലോ ഇൻഡെക്സിൻ്റെ പീരീഡ് 20 ആണ്. അത് 14 ആയാലും വലിയ ഡിഫറൻസ് വരുന്നില്ല. എനിവേ നമ്മൾ 50ക്ക് മുകളിലാണെങ്കിൽ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ആ ഒരു കണ്ടീഷനും മണി ഫ്ലോ ഇൻഡെക്സ് ഈ ബ്രേക്ക്ഔട്ട് സംഭവിച്ച പോയിന്റിൽ ഇതിപ്പോൾ ഓൾമോസ്റ്റ് ലൈക്ക് 80 ലെവലിലാണ്. ഒരു 50ക്ക് അബോവ്, 50യുടെ താഴെ വന്ന് ഇപ്പോൾ 20 ഒക്കെ ആണെങ്കിലാണ് ഓവർസോൾഡ് കണ്ടീഷൻസ് വരുന്നത്. സോ 50ക്ക് മുകളിലാണ്. സോ ആ ഒരു കണ്ടീഷനും സാറ്റിസ്ഫൈ ആയി. സോ നെക്സ്റ്റ് വൺ VWAP ലൈൻ നമ്മളിവിടെ പ്ലോട്ട് ചെയ്തത്, സോറി ഇത് ലൈൻ ഇങ്ങോട്ട് മാറി. ഓക്കെ, VWAP ലൈനിന് മുകളിൽ പ്രൈസ് ക്ലോസ് ചെയ്യുക. അതായത് ഇതാണ് VWAP ലൈൻ വന്നേക്കുന്നത്. VWAPന് മുകളിലാണ് ശരിക്കും ഈ പ്രൈസ് ക്ലോസ് ആക്കിയത്. ഇതാണ് VWAP ലൈൻ, കറക്റ്റ് VWAPന് മുകളിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ആ ഒരു എൻട്രി കണ്ടീഷനിൽ VWAPന് മുകളിൽ പ്രൈസ് ക്ലോസ് ചെയ്തെങ്കിൽ മാത്രം എൻട്രി എടുക്കും. കാരണം VWAPന് താഴെയാണെങ്കിൽ ഡൗൺ ട്രെൻഡ് ആണ്. ഇപ്പോൾ സ്റ്റോക്ക് റിവേഴ്സിൽ വന്ന് VWAPന് താഴെയാണ് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കണ്ടീഷനും ഫിൽട്ടറായി. അതാണ് എൻട്രി കണ്ടീഷൻസിലുള്ളത്. പിന്നെ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ സ്ട്രാറ്റജി ചെയ്യുമ്പോൾ മനസ്സിലാവും. അതായത് ഇതിൻ്റെ ക്യാൻഡിൽ ഡ്യൂറേഷൻ, അതായത് നോർമൽ ഒരു 1 ഇയർ ക്യാൻഡിൽ എന്ന് പറയുന്നത് 52 ട്രേഡിംഗ് വീക്ക്, അത് 250 ട്രേഡിംഗ് ഡേയ്സ് ആണ്. അതായത് 1 ഇയർ പീരീഡ് നമ്മൾ സ്കാനറിൽ സെറ്റ് ചെയ്യുമ്പം 250 ഡേയ്സ് ആണ് എടുക്കുന്നത്. എന്താ 365 ഡേയ്സ് ഉള്ള ഒരു വർഷം 250 ഡേയ്സ് കൺസിഡർ ചെയ്യുന്നതെന്ന് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് മാർക്കറ്റ് ഹോളിഡേയ്സ് ഉണ്ട്, വീക്കെൻഡ്സ് ഉണ്ട്.
ട്രേഡിംഗ് ഡേയ്സ് എല്ലാ ദിവസവും ഇല്ല, നോർമലി ഒരു 5 days ആണ് ഒരു വീക്കിലുള്ളത്. അപ്പോൾ അത് മാത്രം കൺസിഡർ ചെയ്ത്, അത് 52 വീക്ക് എന്ന് പറയുമ്പോൾ തന്നെ സാറ്റർഡേ സൺഡേ മാർക്കറ്റ് ഹോളിഡേയ്സ് വരുമ്പോൾ തന്നെ 104 ദിവസം ഹോളിഡേയ്സ് ആയി, അവിടെ നോൺ ട്രേഡിംഗ് ഡേയ്സ് ആണ്. ആ 104 മൈനസ് ചെയ്യുമ്പോൾ തന്നെ പിന്നെ മാർക്കറ്റ് ഹോളിഡേയ്സോടെ കൺസിഡർ ചെയ്തിട്ട് ഓരോ വർഷവും ലാസ്റ്റ് 2018 252 ട്രേഡിംഗ് ഡേയ്സ് ആയിരുന്നു. ഇപ്പോൾ 2020 250 ട്രേഡിംഗ് ഡേയ്സ് ആണോ എന്നാണ് ആവറേജ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഡേ സ്കാനറിൽ മെൻഷൻ ചെയ്യുമ്പോൾ ഡെയിലി ആണ് നമ്മുടെ ടൈം ഫ്രെയിം എങ്കിൽ പീരീഡ് നമ്മൾ 250 ഡേയ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 1 year പീരീഡ് കൺസിഡർ ചെയ്യുന്നുള്ളൂ. 1 yearലെ ഫുള്ള് ട്രാക്ക് ചെയ്യും. അപ്പോൾ അത് ഓർത്ത് വെക്കുക, കാരണം അത് നമുക്ക് ഈ സ്ട്രാറ്റജി സ്കാനർ ക്രിയേറ്റ് ചെയ്യുമ്പോഴും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിന്ന് എന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്കാനർ നമുക്ക് തേർഡ് പാർട്ടി സ്കാനേഴ്സ് സൈറ്റുകളിലും ഈ ചാർട്ടിങ്ങും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുപാട് ചാർട്ട് വെബ്സൈറ്റുകളിലും ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്കാനേഴ്സ് കിട്ടും. നമുക്ക് ആ സിറ്റീസ് ചാനൽസ് കോപ്പി ചെയ്യാം, ഈസി ആയിട്ട് നമുക്ക് സ്കാൻ ചെയ്ത് സ്റ്റോക്കുകൾ കണ്ടുപിടിക്കാം. പക്ഷേ ഒരു സ്കാനർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പം അതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ട്രേഡിംഗ് പ്ലാനിനെ പറ്റി എന്താണ്, എങ്ങനെയാണ് പ്രൈസ്, എങ്ങനെയാണ് സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, അപ്പോൾ ഈ വക കാര്യങ്ങളെപ്പറ്റി നമ്മൾ തറോ ആവും. അത് കാരണത്താൽ നമ്മളെ ട്രേഡിങ്ങിന് വളരെ നല്ല രീതിയിൽ അത് ഹെൽപ്പ് ചെയ്യും. കാരണം നിങ്ങൾക്കും ഇപ്പം ഒരു സ്ട്രാറ്റജി, ഇപ്പം ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന സ്ട്രാറ്റജി അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് ഇതേപോലെ തന്നെ കോപ്പി ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ മനസ്സിലും കുറച്ച് ചാർട്ടുകൾ കാണുമ്പം പലയധികം കണ്ടീഷൻസ്, 2-3 ചാർട്ടുകളൊക്കെ ഇന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ നല്ലൊരു മൂവ്മെൻറ്റ് ആയിരിക്കുമല്ലോ, എൻട്രി കിട്ടും, അങ്ങനെ ഒരുപാട് ഐഡിയാസ് വരും. ഒരു തോട്ട് പ്രോസസ്സ് വർക്കാവും, ട്രേഡിങ് ഐഡിയാസ് വരും. അപ്പോൾ ഈ ട്രേഡിങ് ഐഡിയാസ് ഈ സ്കാനർ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ലോജിക് ഉണ്ടെങ്കിൽ ഇത് വളരെ ഒരു ഹെർക്കൂലിയൻ ടാസ്ക് ഒന്നും അല്ല, ഇത് വളരെ സിമ്പിളാണ്, ആർക്കും മനസ്സിലാക്കി എടുക്കാവുന്ന കാര്യങ്ങളാണ്. ഇതുപോലുള്ള ബേസിക് കണ്ടീഷൻസ് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് സ്വന്തമായിട്ട് സ്ക്രീനേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളുടേതായ രീതിയിലുള്ള കണ്ടീഷൻസ് മീറ്റ് ചെയ്യുന്ന സ്റ്റോക്കുകൾ നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് സ്കാൻ ചെയ്ത് പിക്ക് ചെയ്യുവാണെങ്കിൽ, അതിലൊരു ട്രേഡ് എടുക്കുവാണെങ്കിൽ ആ ട്രേഡ് സക്സസ് ആവുന്നതിനകത്തുള്ള അതിന് റിസൾട്ട് കിട്ടുന്ന മാത്രമല്ല ആ ഒരു പ്രോസസ്സ് ഫുള്ള് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാവും. അപ്പോൾ അത് നിങ്ങളുടെ ട്രേഡിങ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇതൊരു ലോങ് ടേം ജോബാണ് ശരിക്കും എന്ന് പറയുന്നത്. 1-2 ദിവസത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, 1-2 മാസത്തെ എക്സ്പീരിയൻസ് കൊണ്ട് സക്സസ്ഫുൾ ആയിട്ട് ഒരാൾക്ക് ഇത് ചെയ്യാൻ പറ്റണമെന്നില്ല. ബട്ട് ഓവർ ദ ടൈം ഇങ്ങനെയുള്ള സ്കിൽസുകൾ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടേതായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഓരോ സ്ക്രീനേഴ്സ് ഫോം ചെയ്തിട്ട് നല്ല നല്ല സ്റ്റോക്കുകൾ, നല്ല നല്ല കണ്ടീഷൻസ്, നല്ല നല്ല ബ്രേക്ക് ഔട്ടുകൾ നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുന്ന ജനറൽ ആയിട്ടുള്ള സ്ക്രീനേഴ്സ് എടുത്തിട്ട് പറഞ്ഞ് അതിൽ ചിലപ്പോൾ ഒരു കണ്ടീഷനും കൂടെ ആഡ് ചെയ്യുമ്പോൾ കുറച്ചധികം സ്റ്റോക്കുകളും കൂടെ ഫിൽട്ടർ ചെയ്ത് മാറും, കുറച്ചുകൂടെ ഫൈൻ ആയിട്ടുള്ള എൻട്രീസ് കിട്ടും. അപ്പോൾ അത് കാരണത്തിലാണ് ഇത് മനസ്സിലാക്കണമെന്ന് പറയുന്നത്. എനിവേ 1 yearൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 52 ട്രേഡിംഗ് വീക്ക് 250 days ആണ്. നമുക്കത് സ്ക്രീനർ ക്രിയേറ്റ് ചെയ്യുമ്പം അതായത് ആവശ്യം വരും. അതേപോലെ തന്നെ ഒരു 1 day ക്യാൻഡിൽ, അതിൽ 1 day ക്യാൻഡിൽ 15 minute ക്യാൻഡിൽ ആണെങ്കിൽ 25 50 minute ക്യാൻഡിൽ, അതായത് നമ്മുടെ ലൈവ് മാർക്കറ്റ് അവേഴ്സ് എന്ന് പറയുന്നത് 9:15 to 3:30 PM ആണ്. ആ 9:15 കഴിഞ്ഞിട്ട് 9:30 ആകുമ്പോൾ ഒരു 15 minutes ക്യാൻഡിൽ ഫോം ആകും. അങ്ങനെ 25 50 minute ക്യാൻഡിലാണ് ഒരു ഡേ ഫ്രെയിമിൽ, ഒരു ഡേ ടൈം ഫ്രെയിമിൽ വരുന്നത്. അതും നമുക്ക് ആവശ്യം വരുന്നുണ്ട്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ ഒരു ദിവസം 25 50 minute ക്യാൻഡിലാണെങ്കിൽ 1 year പീരീഡ്, അതായത് 250 ഡെയിലി ക്യാൻഡിൽ വരുന്ന ഒരു 1 year പീരീഡിൽ 6250 6250 15 minutes ക്യാൻഡിൽ വരും. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. കാരണം നമ്മൾ സ്കാനർ ക്രിയേറ്റ് ചെയ്തിട്ട് സ്ട്രാറ്റജിയും ക്രിയേറ്റ് ചെയ്ത് ഡിപ്ലോയ് ചെയ്യുമ്പോഴൊക്കെ ഈ ടൈം ഫ്രെയിമുകളുടെയും ഈ ഒരു ക്യാൻഡിൽസിൻ്റെയും ഡ്യൂറേഷൻ്റെ ഈ കൗണ്ടും കാര്യങ്ങളുടെയൊക്കെ ഇമ്പോർട്ടൻസ് വളരെ വരും. അപ്പോൾ അതൊരു കൺഫ്യൂസിങ് ആയിട്ട് തോന്നും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ്, ഈ ഒരു കൗണ്ട്, ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് നല്ല രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടേതായ രീതിയിൽ തന്നെ സിമ്പിളായിട്ട് സ്ട്രാറ്റജി സ്ക്രീനേഴ്സ് ക്രിയേറ്റ് ചെയ്യാം, സ്കാൻ ചെയ്ത് സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യാം, അതേപോലെ തന്നെ സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് അതിൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടിയാണ് ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്. സോ നമുക്ക് സ്കാനർ കണ്ടീഷൻസിലേക്ക് പോവാം. കാരണം ഏതൊക്കെ കണ്ടീഷൻസാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്, അത് ഓരോ കണ്ടീഷൻ്റെ ലോജിക്ക് എന്താണെന്നും ഏതൊക്കെ സിനാരിയോയിലുള്ള സ്റ്റോക്കുകളാണ് അത് പിക്ക് ചെയ്യുന്നത്, ഏതൊക്കെയാണ് ഫിൽട്ടർ ചെയ്ത് മാറ്റുന്നു എന്നുള്ളത് നമുക്ക് റഫായിട്ടൊന്ന് മനസ്സിലാക്കാം. സോ സെലക്ട് എ സ്റ്റോക്ക്. ഫസ്റ്റ് വൺ ഞാൻ പ്ലോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോക്ക്, അതായത് ഇതിൻ്റെ 52 വീക്ക്, അതായത് 250 ദിവസത്തെ ഇയർലി ഹൈയുടെ നിയർലി 5% അടുത്ത് ട്രേഡ് ചെയ്യുന്ന സാഹചര്യം, അങ്ങനെയുള്ള സ്റ്റോക്കുകൾ നമ്മൾ പിക്ക് ചെയ്യും. സപ്പോസ് ഈ ഒരു ഡാബറിൻ്റെ സ്റ്റോക്ക് ആണെങ്കിൽ തന്നെ ഓൾമോസ്റ്റ് 50%, ഇവിടെയാണ് ബ്രേക്ക് ഔട്ട് നമ്മൾ കിട്ടിയത്, ഓൾമോസ്റ്റ് ഈ ഒരു റേഞ്ചിലൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു 5% അല്ലെങ്കിൽ നിയർലി 3% ഒക്കെ ആകുമ്പോൾ തന്നെ ആ സ്റ്റോക്ക് നമുക്ക് കിട്ടണം. എങ്കിൽ മാത്രമേ നമുക്കത് പ്രിപ്പയർഡ് ആയിട്ടിരിക്കാൻ പറ്റൂ. ആൻഡ് നെക്സ്റ്റ് കണ്ടീഷൻ, കറണ്ട് ഡെയിലി ക്ലോസ് ഷുഡ് ബി ലോവർ ദാൻ പ്രീവിയസ് 250 days ഹൈ.
അപ്പോൾ അത് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത്, അതായത് ഇപ്പം ഈ സ്റ്റോക്ക് ഇവിടെ ക്ലോസ് ചെയ്തു, ഇവിടെ ക്ലോസ് ചെയ്യുന്നത് നിയർലി 250, അതായത് 52 വീക്ക് ഹൈയുടെ അടുത്താണെങ്കിൽ പോലും അതിൻ്റെ പ്രീവിയസ് ക്യാൻഡിൽസ് എല്ലാം, അതായത് 250 ദിവസത്തെ ക്യാൻഡിൽസ്, അതായത് 1 ഇയർ പീരീഡ് ക്യാൻഡിൽ എല്ലാം അതിന് താഴെയായിരിക്കണം ക്ലോസ് ചെയ്തിരിക്കുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഇയർലി ഹൈ എന്നുള്ള ആ ഒരു കണ്ടീഷൻ മീറ്റ് ആവൂ. അതിന് മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ബ്രേക്ക്ഔട്ട് സംഭവിച്ചു പോയി എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ആ കണ്ടീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അതായത് ലാസ്റ്റ് 90 ഡേയ്സ് ഹൈ ഷുഡ് ബി ലോവർ ദാൻ ദ റെസ്റ്റ് ഓഫ് ദ 52 വീക്ക്, അതായത് 160 ഡേയ്സ്. അതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ചാർട്ടിൽ ഞാൻ ഈ ഒരു ബ്രേക്ക്ഔട്ട് എനിക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു ഡാബറിൻ്റെ. പക്ഷേ നെക്സ്റ്റ് ഈ ബ്രേക്ക്ഔട്ട്, ഈ കണ്ടീഷൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇയർലി ലോ ആയിരുന്നു കാര്യങ്ങൾ. പക്ഷേ ആ ഒരു ബ്രേക്ക്ഔട്ട് പോയതിന് ശേഷം പ്രൈസ് അവിടെ സസ്റ്റെയിൻ ചെയ്തില്ല. പ്രൈസ് അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വന്നു, താഴെ ഡൗൺ ട്രെൻഡിൽ വന്നിട്ട് 52 വീക്ക് ഹൈയുടെ പ്രൈസ് താഴെ പോയി. അതിനുശേഷം വീണ്ടും അത് ക്രോസ് ചെയ്യാൻ വേണ്ടി വീണ്ടും ഒരു സെക്കൻഡ് അറ്റംപ്റ്റ് നടത്തി. അപ്പം നോർമലി നമ്മളൊരു മാർക്കറ്റ് സ്ക്രീനർ ഈ കണ്ടീഷൻസ് വെച്ച് സ്കാൻ ചെയ്യുവാണെങ്കിൽ 52 വീക്ക് ക്രോസ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്ക് 5% അടുത്ത് ഇവിടെ വെച്ച് നമുക്ക് ആ സ്റ്റോക്ക് വീണ്ടും നമ്മുടെ സ്കാനറിൽ വരും. സ്കാനറിൽ വന്നിട്ട് ഈ ഒരു ബ്രേക്ക്ഔട്ടും സ്ട്രാറ്റജി, ഇപ്പോൾ സ്ട്രീക്ക് യൂസ് ചെയ്യുന്നവർക്ക് അറിയാം, ഓട്ടോമാറ്റിക്കായിട്ടാണ് നമ്മൾ സ്ട്രാറ്റജിയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അന്നേരം ഈ ഒരു സ്ട്രാറ്റജിയിൽ ഈ ഒരു കണ്ടീഷനിൽ ബ്രേക്ക്ഔട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ വേണമെങ്കിലും എൻട്രി എടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ഫാൾസ് ബ്രേക്ക്ഔട്ടാണ്. കാരണം നിയർലി കുറച്ച് ദിവസം, ഇപ്പോൾ October 6 നമുക്കൊരു നല്ല ബ്രേക്ക്ഔട്ട് കിട്ടിയത്. അതിനുശേഷം സസ്റ്റെയിൻ ചെയ്യാതെ തിരിച്ചു വന്ന സാധനം വീണ്ടും ആ സെയിം ഡേ തന്നെ, അതായത് ആ 10:15 കിട്ടിയ ബ്രേക്ക്ഔട്ട് തന്നെ, അതായത് വീണ്ടും നെക്സ്റ്റ് ഡേ, സോ വെരി നെക്സ്റ്റ് ഡേയിൽ October 7 വീണ്ടും അത് ടെസ്റ്റ് ചെയ്ത് വീണ്ടും ക്രോസ് ചെയ്യാൻ പോവുകയാണ്. പക്ഷേ നമ്മൾക്ക് ആ സ്റ്റോക്കുകൾ നമുക്ക് വേണ്ട, അത് സ്കാൻ ചെയ്ത് കാണിക്കണ്ട, അപ്പോൾ അതിൽ എൻട്രി എടുക്കണ്ട. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മളൊരു കണ്ടീഷൻ ആഡ് ചെയ്യുന്നത്. അതായത് ഈ ബ്രേക്ക്ഔട്ട് ഈ 5% അടുത്ത് 52 വീക്കിന് ഹൈ നിൽക്കുന്ന സ്റ്റോക്കുകളായിരിക്കണം. അതേപോലെ അതിൻ്റെ 90 ഡേയ്സ് ഹൈ, 90 ഡേയ്സ്, ലാസ്റ്റ് 90 ഡേയ്സ് 3 മന്ത്സ് ഹൈ എന്ന് പറയുന്നത് റെസ്റ്റ് ഓഫ് ദ വീക്ക്, അതായത് ഈ 3 മന്ത്സ് പീരീഡിലുള്ള ഹൈ, ഏതെങ്കിലും ഹൈ പോയിന്റ് ഈ ഇയർലി ഹൈ ക്രോസ് ചെയ്തിട്ടുണ്ടാവാനും പാടില്ല. അപ്പോൾ ഈ ഒരു കണ്ടീഷനിലാണെങ്കിൽ സപ്പോസ് ഇവിടെ നമുക്ക് കിട്ടി, അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ഇവിടെ നമ്മൾ സ്കാൻ ചെയ്യുവാണ്, ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് വീണ്ടും സ്കാൻ ചെയ്ത് നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് ഇപ്പം എന്താണ്ട് ഇത് വീണ്ടും 52 വീക്ക് ഹൈ ആവാൻ പോവാണ് സ്റ്റോക്ക്. അന്നേരം ഇവിടെ ആ സ്റ്റോക്ക് എനിക്ക് വരേണ്ടതാണ്. പക്ഷെ നമ്മുടെ കണ്ടീഷൻ വെച്ച് നോക്കുവാണെങ്കിൽ 3 മന്ത്സിൽ എവിടെയെങ്കിലും, 3 മന്ത്സ് തൊട്ട് മുന്നത്തെ ദിവസം തന്നെ 52 വീക്ക് ഹൈ ക്രോസ് ചെയ്ത് പോയിട്ടുണ്ട് ഒരു ക്യാൻഡിൽ. അപ്പോൾ അത് കാരണത്താൽ നമുക്ക് അവിടെ എൻട്രി കിട്ടില്ല, അത് സ്കാനറിൽ വരില്ല പ്രീവിയസ് ഡേ. ആ 3 മന്ത്സിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഡേയിൽ ഈ 52 വീക്ക് ക്രോസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്റ്റോക്കുകൾ ഫിൽട്ടർ ചെയ്ത് മാറ്റും. അപ്പം ഓൾറെഡി ഒരു ബ്രേക്ക്ഔട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പ്രൈസ് താഴെ പോയിട്ട് നെക്സ്റ്റ് വീണ്ടും ആ പ്രൈസ് വന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ച ഒരു ബ്രേക്ക്ഔട്ട് പോയിന്റ് വന്നു, പക്ഷേ അത് സക്സീഡ് ആയില്ല, ജസ്റ്റ് മുകളിലൊന്ന് ക്ലോസ് ചെയ്തിട്ട് പിന്നെ താഴെ വന്നിട്ട് പിന്നെ വീണ്ടും അറ്റംപ്റ്റ് ചെയ്യുന്ന സ്റ്റോക്കുകൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യില്ല, ഇതിനകത്ത് പിക്ക് ചെയ്യില്ല. ഫസ്റ്റ് ചാൻസിൽ തന്നെ ബ്രേക്ക്ഔട്ട് കിട്ടുന്ന ഫൈൻ ബ്രേക്ക്ഔട്ടുകൾ മാത്രമേ നമ്മൾ, അങ്ങനെയുള്ള സ്റ്റോക്കുകൾ മാത്രമാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് ഈ കണ്ടീഷൻ ഫിൽട്ടർ ചെയ്ത് മാറ്റുന്നത്. ഓക്കെ, നെക്സ്റ്റ് സിമ്പിളായിട്ട് സ്ട്രാറ്റജി എൻട്രി കണ്ടീഷൻ. അത് ഇതേപോലെ തന്നെ 15 മിനിറ്റ്സ് ക്യാൻഡിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം സ്കാൻ ചെയ്യുമ്പോൾ നമ്മൾ ഡെയിലി ക്യാൻഡിൽ ഫ്രെയിമിലായിരിക്കും. ദെൻ 15 മിനിറ്റ്സ് ക്യാൻഡിലാണ് സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം ഡെയിലി ക്യാൻഡിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഡെയിലി ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നത് എൻഡ് ഓഫ് ദ ഡേ ആയിരിക്കും ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ എൻഡ് ഓഫ് ദി ഡേ നമുക്ക് എൻട്രി കിട്ടാൻ നമ്മളിത് പൊസിഷൻ ട്രേഡിങ് സ്വിംഗ് ഒന്നും അല്ലല്ലോ, നമ്മൾ ഇൻട്രാഡേ ആണ്. അപ്പോൾ 15 മിനിറ്റ് ക്യാൻഡിൽ അതിന് മുകളിൽ ക്ലോസ് ചെയ്യുവാണെങ്കിൽ മാത്രം, അതായത് 52 വീക്ക് ഇയർലി ഹൈക്ക് മുകളിൽ ക്ലോസ് ചെയ്യുവാണെങ്കിൽ, അതേപോലെ തന്നെ ഈ കണ്ടീഷനും അവിടെ ആഡ് ചെയ്യും. ലാസ്റ്റ് 30 ഡേയ്സിൽ അത് ക്ലോസ് ചെയ്തിട്ടുണ്ടാവാൻ പാടില്ല, ആ കണ്ടീഷൻ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് സ്ട്രാറ്റജിയിൽ. ദെൻ ക്ലോസ് ഹയർ ദാൻ വിവാപ്പിന് മുകളിലാണ് ക്ലോസ് ചെയ്യുന്നത്. ദെൻ കറണ്ട് വോളിയം ഹയർ ദാൻ 2 ഡേയ്സ് വോളിയം. അത് ആ 15 മിനിറ്റ്സ് ക്യാൻഡലിൻ്റെ വോളിയം പ്രീവിയസ്ലി നമ്മൾ നേരത്തെ ഡാബറിൽ കണ്ട പോലെ തന്നെ 2 ദിവസത്തെ വോളിയത്തിന് മുകളിൽ ഈ ഒരു കണ്ടീഷൻ. പിന്നെ നമ്മൾ ഇവിടെ ഒരു കണ്ടീഷൻ കൂടെ ആഡ് ചെയ്യാം, നമുക്ക് ആ MFI എബവ് 50 ഈ ഒരു കണ്ടീഷനും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. 50 എബവ് ആണെന്നുള്ള കണ്ടീഷനും കൂടെ ഫിൽട്ടർ ചെയ്യാം. ദെൻ എക്സിറ്റ് കണ്ടീഷൻ വരുന്നതെന്ന് പറയുന്നത്, ഈ 15 മിനിറ്റ്സ് എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഇൻ കേസ് എപ്പോൾ ആ 15 മിനിറ്റിൻ്റെ ക്ലോസിംഗ് പ്രൈസ് ATR ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസിന് താഴെ വന്ന് ക്ലോസ് ചെയ്യുവാണെങ്കിൽ, അപ്പോൾ നമുക്ക് ഇവിടെ ഇനി ATR എടുക്കാം. സോ സ്റ്റഡീസ്, ഇവിടെ ATR ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ്, അതിൻ്റെ ഒരു റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിങ്സ് പോയിന്റ്സ് മാറ്റിയിട്ട് സ്ക്വയർ വേവ് കൊടുക്കാം. ഓക്കെ, കുറച്ചുള്ള ലൈൻ വരും. അപ്പോൾ ഇതാണ് ATR.
അപ്പോൾ നമുക്ക് ഇവിടെ ബ്രേക്ക്ഔട്ടിലാണ് ഇവിടെ എൻട്രി കിട്ടിയേക്കുന്നത്. അപ്പോൾ ATR ഇവിടെ വന്നു. അപ്പോൾ ഇൻ കേസ് പ്രൈസ് റിവേഴ്സൽ വന്നിട്ട് ഈ ഒരു ATRന് താഴെ വന്ന് ക്ലോസ് ചെയ്തായിരുന്നില്ല, പക്ഷേ ഇത്രയും വലിയ ഡിഫറൻസ് ഉണ്ട്. അപ്പം നമുക്ക് അത്രയും വലിയ റിസ്ക് നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. ATRന് താഴെ വന്ന് ക്ലോസ് ചെയ്യുവാണെങ്കിൽ എക്സിറ്റ് ചെയ്യും. അതാണ് നമ്മളുടെ എക്സിറ്റ് കണ്ടീഷൻ. അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു എക്സിറ്റ്, ഒരു 1% സ്റ്റോപ്പ് ലോസോ അല്ലെങ്കിൽ ഒരു 0.7% സ്റ്റോപ്പ് ലോസോ നമുക്ക് കീപ്പ് ചെയ്യാം, ഒരു പാരലലി. അപ്പോൾ എക്സിറ്റ് കണ്ടീഷൻസ് ആകുമ്പോൾ 2 കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ സ്ട്രാറ്റജിയിലൂടെ ചെയ്യാൻ നോക്കുന്നത്. അപ്പം ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. കാരണം എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് ലോങ് ടേമിലേക്ക് വളരെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ് ശരിക്കും. സോ നമുക്കിനി സ്കാനറിലേക്ക് പോകാം. എങ്ങനെയാണ് ഫസ്റ്റ് സ്കാനർ ക്രിയേറ്റ് ചെയ്യുന്നത്? കാരണം ആദ്യം നമുക്ക് ബ്രേക്ക്ഔട്ടിന് വേണ്ടിയുള്ള സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യണമല്ലോ, ബ്രേക്ക്ഔട്ട് സംഭവിക്കാൻ പോകുന്ന സ്റ്റോക്കുകൾ. നമുക്ക് സ്കാനർ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം, സ്ട്രീക്കിൽ എങ്ങനെയാണെന്ന്. സോ സ്ട്രീക്ക് സ്കാനേഴ്സ് എടുത്തു, ക്രിയേറ്റ് സ്കാനർ. ദെൻ ടൈം ഫ്രെയിം, ഡെയിലി ടൈം ഫ്രെയിം അത് ഓർത്ത് വെക്കുക. ഓക്കെ, ക്യാൻഡിൽ ചാർട്ട് ടൈപ്പ് ക്യാൻഡിൽ സ്റ്റിക്ക് തന്നെ. സോ ഇവിടെ കണ്ടീഷൻസ്, നമുക്കിനി സ്കാനർ കണ്ടീഷൻസ് എടുക്കാം. ഈ കണ്ടീഷൻസ് ഒന്ന് നോക്കിയിട്ട് ഇതാണ് ഇതിൻ്റെ ലോജിക്ക്. അപ്പം നമുക്കിത് അതേപോലെ തന്നെ പ്ലോട്ട് ചെയ്യാം. ഞാൻ ആദ്യം അത് കണ്ടീഷൻസ് എൻ്റർ ചെയ്തിട്ട് പറഞ്ഞുതരാം. സോ ക്ലോസ്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്താ? സ്റ്റോക്കിൻ്റെ നമുക്ക് ഈ ഒരു കണ്ടീഷൻ ഫസ്റ്റ് നമുക്ക് ഇടാം, അതായത് ഡെയിലി ക്ലോസ് ഷുഡ് ബി ലോവർ ദാൻ പ്രീവിയസ് 250 ഡേയ്സ് ഹൈ. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ എങ്ങനെ ഇടുന്നതെന്ന് പറഞ്ഞാൽ ക്ലോസ് പ്രൈസ് ഓഫ്സെറ്റ് 0 ആണ്, കാരണം അതാണ് കറണ്ട് ക്യാൻഡിൽ. ഓക്കെ, ലോവർ ദാൻ പ്രീവിയസ് 250 ഡേയ്സ്. അപ്പം നോർമലി നമുക്കൊരു കണ്ടീഷൻ എൻ്റർ ചെയ്യണമെങ്കിൽ ഓരോ ദിവസം ലോവർ ദാൻ പ്രീവിയസ് ഓഫ്സെറ്റ് -1, ദെൻ ഓഫ്സെറ്റ് -2, ഓഫ്സെറ്റ് -3, അങ്ങനെ 250 മാനുവലി എൻ്റർ ചെയ്യണം. അപ്പോൾ ആ ഒരു എൻട്രി ഒഴിവാക്കാൻ വേണ്ടി, അത് ഈസി ആക്കാൻ വേണ്ടി നമുക്കുള്ള ഓപ്ഷനാണ്, ഒരു ഫംഗ്ഷനാണ് പീരീഡ് മാക്സ് എന്നുള്ള ഫംഗ്ഷൻ. ഓർത്ത് വെക്കുക, പീരീഡ് മാക്സ് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ നെക്സ്റ്റ് ഓപ്ഷൻ ബൈ ഡിഫോൾട്ട് 10 എന്ന് വരും. അവിടെ നമ്മൾ 250 എൻ്റർ ചെയ്യുക. ഓക്കെ, 250 ഉദ്ദേശിക്കുന്ന പറഞ്ഞു തരാം. ദെൻ നെക്സ്റ്റ് ഹൈ, ഇവിടെ ഹൈ കൊടുക്കുക -1. ഇതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീരീഡ് മാക്സ് എന്നുള്ളത് ടോട്ടൽ ഈ 250 ആണ്. 250 പീരീഡുകൾ കൺസിഡർ ചെയ്യും. അപ്പോൾ ഇവിടെ ഡെയിലി ടൈം ഫ്രെയിം കൊടുത്തേക്കുന്നുണ്ട്, 250 ദിവസമാണ്. 250 ഡേ ക്യാൻഡിൽ പ്രിഫർ ചെയ്യും. എവിടെ തൊട്ട്? ഹൈ -1. അതായത് ഹൈ -1 എന്ന് പറയുന്നത് തൊട്ട് മുന്നത്തെ ക്യാൻഡിലിൻ്റെ ഹൈ. അപ്പോൾ ഇതൊരു ഡെയിലി ക്യാൻഡിൽ ആണെങ്കിൽ ഇത് നമുക്ക് ഡേ ക്യാൻഡിലായിട്ട് മാറ്റാം. സോ ഇതിപ്പം ഡെയിലി ഇതിലേക്ക് മാറ്റി. അപ്പം ഇത് സിമ്പിളായിട്ട് ഇപ്പോൾ ഈ ഒരു പോയിന്റിലാണെങ്കിൽ ജസ്റ്റ് റഫായിട്ട് ലൈവ് കണ്ടീഷനായിട്ട് നോക്കണ്ട, ഒരു ക്യാൻഡിൽ ഇപ്പോൾ ഈ ഒരു പോയിന്റിലാണ് നമുക്ക് 5%, ഇതൊരു 5% ഗ്യാപ്പ് ആണെന്ന് ഇമാജിൻ ചെയ്തു, ജസ്റ്റ് 52 വീക്ക് ഹൈ ആയിട്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് വന്ന് ക്ലോസ് ചെയ്തു ഇവിടെ. അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുന്നത്തെ സ്റ്റോക്ക്, അതായത് തൊട്ട് മുന്നത്തെ ക്യാൻഡിൽ, ഡെയിലി ക്യാൻഡിൽ, അതാണ് പ്രീവിയസ് -1, അതിൻ്റെ ഹൈ അതിന് തൊട്ട് മുന്നിലുള്ള 250 ഡേ ക്യാൻഡിൽസ്, അതായത് 1 ഇയർ പീരീഡാണ് നമ്മൾ 250 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1 ഇയർ പീരീഡിൽ എവിടെയും അതിൻ്റെ ഹൈ ക്രോസ് ചെയ്തിട്ട് പോകുന്നില്ല. അതായത് കറണ്ട് ക്യാൻഡിലിൻ്റെ ക്ലോസ് എപ്പോഴും താഴെയായിരിക്കും. അതായത് ഈ 250 പ്രീവിയസ് ആയിട്ടുള്ള 250 ക്യാൻഡിലിൻ്റെ ഹൈയുടെ താഴെയായിരിക്കും. അതായത് ആ ഹൈ കണ്ടീഷൻ എവിടെയും ക്രോസ് ചെയ്ത് പോയിട്ടില്ല. കാരണം ക്രോസ് ചെയ്ത് പോയ സ്റ്റോക്കുകളിൽ നമുക്ക് ഇനി എൻട്രി എടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ ആ കണ്ടീഷനാണ് ഇവിടെ പ്ലോട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആഡ് അനദർ കണ്ടീഷൻ കൊടുക്കുക, നെക്സ്റ്റ് കണ്ടീഷൻ. അപ്പോൾ നെക്സ്റ്റ് കണ്ടീഷൻ ആൻഡ് കൊടുത്തു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കണ്ടീഷൻ നമ്മൾ പ്ലോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്, അതായത് ലാസ്റ്റ് 90 ഡേയ്സ് ഹൈ ഷുഡ് ബി ലോവർ ദാൻ ദ റെസ്റ്റ് ഓഫ്. ആ ലാസ്റ്റ് 3 മന്ത്സ് പീരീഡിൽ ആ ബ്രേക്ക്ഔട്ട് സംഭവിച്ചിട്ടുള്ള സ്റ്റോക്കുകൾ നമുക്ക് വേണ്ട. അങ്ങനെയുള്ള സ്റ്റോക്കുകൾ ഫിൽട്ടർ ചെയ്ത് കളയാൻ വേണ്ടി ഒരു കണ്ടീഷൻ ആഡ് ചെയ്യുക. സെയിം പീരീഡ് മാക്സ് ഫംഗ്ഷൻ തന്നെ യൂസ് ചെയ്യുക. സോ പീരീഡ് മാക്സ് 90 ഡേയ്സ് ഓർക്കുക, high -1 should be condition, next type here കൊടുത്തിട്ട് condition lower than. okay, then ഇവിടെ പ്ലസ്, വീണ്ടും പീരീഡ് മാക്സ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്, ഇവിടെ 90 ഡേയ്സ് കഴിഞ്ഞാൽ പിന്നുള്ളത് ടോട്ടൽ 250 ഡേയ്സിൽ ഇവിടെ 90 ഡേയ്സ് ഓൾറെഡി പറഞ്ഞു, പിന്നുള്ളത് 160 ഡേയ്സ് ആണ്. ഓക്കെ, ആ 160 ഡേയ്സ് ആണ് ടോട്ടൽ നമ്മുടെ കണ്ടീഷനിൽ വരുന്നത്. അന്നേരം ഇവിടെ 160 ഡേയ്സ്. ഇവിടെ ഹൈ -1 അല്ല, കാരണം 90 ഡേയ്സ് ഓൾറെഡി ഇവിടെ പ്ലോട്ട് ചെയ്തു. അന്നേരം ഹൈ ഓഫ്സെറ്റ് എന്നുള്ള ശ്രദ്ധിക്കുക, അവിടെ -90 കൊടുക്കുക. അതായത് ഫസ്റ്റ് ഇതിൽ
ആദ്യത്തെ അതായത് തൊട്ട് മുന്നത്തെ 90 ഡേയ്സ് ഹൈ പോയിന്റ് ലോവർ ദാൻ, അത് ലോവർ ആയിരിക്കണം, അതിനേക്കാളും കുറവായിരിക്കണം, അതിൻ്റെ താഴെ ആയിരിക്കണം. അതായത് ഏത് ആ 90ക്ക് മുന്നേ ഉള്ള 160 ക്യാൻഡിൽ, അതായത് അപ് ടു ലാസ്റ്റ് 1 ഇയർ വരെയുള്ള പ്രൈസാണ്. ടോട്ടൽ 250 ഡേയ്സ് ആണ് ക്യാൻഡിൽ. അപ്പോൾ അതിൽ താഴെ, അപ്പോൾ ബ്രേക്ക്ഔട്ട് നിയർലി ഈ പീരീഡിൽ എവിടെയെങ്കിലും ബ്രേക്ക്ഔട്ട് സംഭവിച്ചായിരുന്നെങ്കിൽ ഈ ഒരു കണ്ടീഷൻ ആ ഒരു ബ്രേക്ക്ഔട്ട് സംഭവിച്ച സ്റ്റോക്കുകളെ ഫിൽട്ടർ ചെയ്ത് മാറ്റിയാണ്. അതാണ് കണ്ടീഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻ. നിയർലി 5% ഇത് പ്ലോട്ട് ചെയ്യുന്ന അതാണ്. അപ്പോൾ ഈ ഒരു 2 കണ്ടീഷൻ നമ്മൾ കൊടുത്തു. അപ്പോൾ ഇതാണ് ഈ കണ്ടീഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട. സെലക്ട് എ സ്റ്റോക്ക് വിച്ച് ഈസ് ക്ലോസ്ഡ് നിയർ ദാൻ 52 വീക്ക് ആയി. അപ്പം നമ്മൾ ആ കറണ്ട് ക്ലോസിൻ്റെ കണ്ടീഷനാണ് നമുക്ക് വേണ്ടത് ഇവിടെ. ഓക്കെ, സോ അതിന് കൊടുക്കേണ്ടത് ശ്രദ്ധിക്കുക, കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ക്ലോസ് പ്രൈസ് ഇവിടെ ഹയർ ദാൻ എന്ന് കൊടുക്കുക, ഹയർ ദാൻ. സോ നേരെ അഗെയിൻ പീരീഡ് മാക്സ് ഫംഗ്ഷൻ ഞാൻ കൊടുത്തിട്ട് പറയാം. സെയിം 250, അതായത് 1 ഇയർ ആണ്. 250 ടിൽ ഹൈ -1. ഓക്കെ, ദെൻ ഇവിടെ പ്ലസ് ക്ലിക്ക് ചെയ്യുക. പ്ലസ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ മാറ്റ് ഓപ്പറേറ്റേഴ്സിനകത്ത് ഇൻഡു സിമ്പിൾ സെലക്ട് ചെയ്യുക, ഇൻഡു മൾട്ടിപ്ലയർ സിമ്പിൾ. ഓക്കെ, ആ സിമ്പിൾ സെലക്ട് ചെയ്യുക, ശ്രദ്ധിക്കുക. വീണ്ടും പ്ലസ്, ദെൻ ഇവിടെ നമ്പർ ഫീൽഡ് സെലക്ട് ചെയ്യുക, നമ്പർ. ഈ നമ്പർ എന്നുള്ളിടത്ത് നമ്മൾ ഒരു 0.95 കൊടുക്കുക. ഈ 0.95 എന്താ കൊടുത്തതെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം പ്രീവിയസ് ഡേ ഹൈ, ഇപ്പോൾ ഡാബറിൻ്റെ ഈ സ്റ്റോക്ക് തന്നെ എടുക്കുക. ഇതിൻ്റെ 52 വീക്ക് പീരീഡ് ഹൈ എന്ന് പറയുന്നത് 100 രൂപ ആണെന്നിരിക്കട്ടെ, 100 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ, അതായത് കഴിഞ്ഞ വർഷം ഒക്ടോബറിലായിരുന്നു 100 രൂപ വന്നത്. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി അതൊരു 80 രൂപയ്ക്ക് ട്രേഡ് ചെയ്തിരിക്കുവാണ്. 80 രൂപയിൽ ഇങ്ങനെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്ക്. അപ്പം നമുക്ക് ഈ സ്റ്റോക്ക് എപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യണം? പ്രീവിയസ് ഹൈയുടെ 5% അടുത്ത് വരുമ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അത് പ്രീവിയസ് ഡേയുടെ ഹൈ എന്ന് പറയുന്നത് 100 രൂപയാണെന്ന് പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ഒക്ടോബറിലാണ് 100, ഇപ്പോൾ കറൻ്റ്ലി അത് 80 രൂപയിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ 95 രൂപ പ്രൈസ് വരുമ്പം നമുക്ക് ആ സ്റ്റോക്ക് കിട്ടണം. അപ്പോൾ ആ 95 കിട്ടാൻ വേണ്ടിയുള്ള ഒരു കണ്ടീഷനാണ് ഇവിടെ ഒരു മാത്തമാറ്റിക് കാൽക്കുലേഷനായിട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷനിൽ നമ്മൾ പറയുന്നത്, ഇവിടെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കാം, ക്ലോസ് ലോവർ ദാൻ പീരീഡ് മാക്സ് ഓഫ് എൻഡ്. അപ്പോൾ ക്ലോസ് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 80 ആണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഫോർ എക്സാമ്പിൾ 80. അപ്പോൾ 80 ലോവർ ദാൻ 100. പ്രീവിയസ് 250 ഡേയ്സിൻ്റെ ഹൈ എന്ന് പറയുന്നത് 100 ആണ് വന്നേക്കുന്നത്. അപ്പോൾ അതിൽ ലോവർ ആണ്. പക്ഷേ അപ്പോൾ ആ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഈ സ്റ്റോക്കുകളുടെ തമ്മിലുള്ള ഡിഫറൻസ് 95 എബോവ് വരുന്ന സ്റ്റോക്കുകൾ, എന്നാൽ 100ൽ താഴെ ആയിരിക്കണം. അപ്പോൾ 100ൽ താഴെയുള്ള വാല്യൂസ് നമുക്ക് കിട്ടി. അപ്പോൾ 80 ലോവർ ദാൻ, ക്ലോസ് പ്രൈസ് 80 ആണ്. അപ്പോൾ 80ക്ക് മുകളിൽ 100ന് താഴെയുള്ള ഏത് വാല്യൂ വേണേലും ആകാം. പക്ഷേ ഇവിടെ ഈ ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്, ക്ലോസ് ഹയർ ദാൻ 90. അപ്പം ഈ ഒരു പോയിന്റിൽ ഈ സെയിം കണ്ടീഷൻ തന്നെ ഇവിടെ ആണ് വന്നേക്കുന്നത്, ക്ലോസ് ഹയർ ദാൻ, അതായത് 80 മനസ്സിലാക്കാൻ, 80 ഹയർ ദാൻ പീരീഡ് മാക്സ്. ഈ പീരീഡ് മാക്സ് എന്ന് പറയുന്നത് 1 ഇയറിൻ്റെ ഹൈ പ്രൈസ് എന്ന് പറയുന്നത് 100. 80 ഹയർ ദാൻ 100 ഇൻടു, ഇവിടെ ഇൻടു ഫംഗ്ഷൻ ആണ് 0.95. 0.95 എന്ന് ഡയറക്റ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, ഈ 0.95 എന്ന് പറയുന്നത് ശരിക്കും വാല്യൂ വരുന്നത് ഇവിടെ ഇൻറ്റു ആണ്, അത് 95 വരും. അപ്പോൾ സ്റ്റോക്കിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 95. അപ്പോൾ ഈ കണ്ടീഷൻ ഫിൽട്ടർ ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇവിടെ 95 എന്നാണ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? അതായത് കറണ്ട് പ്രൈസ് ക്ലോസ്, അതായത് ക്ലോസ് വാല്യൂ ഇവിടെ 80 എന്നുള്ളത് മാറ്റിയിട്ട് ക്ലോസ് 80, ഇവിടെ ക്ലോസ്. അപ്പോൾ ക്ലോസ് ലോവർ ദാൻ 100 ആയിരിക്കണം, എന്നാൽ ഹയർ ദാൻ 95 ആയിരിക്കണം. അപ്പം 95, അതായത് 100ന് മുകളിൽ, അതായത് ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്ത് പോയ സ്റ്റോക്കുകളും ഫിൽട്ടർ ചെയ്ത് മാറി. അതേപോലെ തന്നെ എന്നാൽ 95ൽ താഴെയുള്ള സ്റ്റോക്കുകളും കിട്ടില്ല. അപ്പോൾ 95നും 100നും ഇടയ്ക്കുള്ള, അതായത് 5% റേഞ്ചിൽ ഉള്ള സ്റ്റോക്കുകൾ കാൽക്കുലേറ്റ് ചെയ്ത് വരും. അപ്പോൾ ക്ലോസ് പ്രൈസ് ഏത് വേണേലും ആയിക്കോട്ടെ, ഇതിപ്പോൾ 100 എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്. അത് മാറ്റി ഏത് പ്രൈസ് വേണമെങ്കിലും ഏത് കൊടുത്തു കഴിഞ്ഞാലും കാൽക്കുലേഷൻ ഇങ്ങനെ തന്നെ വരും, 5% റേഞ്ചിൽ വരും. സപ്പോസ് നിങ്ങൾക്ക് ഇവിടെ 3% റേഞ്ച് ആകും മതിയെങ്കിൽ ഇവിടെ 97 കൊടുക്കുക, 100 മൈനസ് എന്നുള്ളത് 0.97 കൊടുത്തു കഴിഞ്ഞാൽ ഇത് 3%, ഇത് ഈ സ്കാനർ റൺ ചെയ്ത് കഴിഞ്ഞാൽ 3% റേഞ്ചിലുള്ള വരും. 1% റേഞ്ച് മതിയെങ്കിൽ 99 കൊടുക്കുക, 10% റേഞ്ചിലാണെങ്കിൽ 90 കൊടുക്കുക.
അപ്പം ഞാനിത് എന്താ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കുന്നത് വെച്ചാൽ, ഇത് സിമ്പിൾ. നിങ്ങൾക്ക് 1 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കോപ്പി ചെയ്തിട്ട് ഇത് അതേപോലെ തന്നെ നിങ്ങൾക്ക് സ്കാനർ ക്രിയേറ്റ് ചെയ്ത് വെക്കാം. കോമയും സെപ്പറേറ്റേഴ്സും ഇൻഡു മാർക്കും എല്ലാം അതേപോലെ ഇട്ടിട്ട് നിങ്ങൾക്ക് സ്കാനർ ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ അത് നിങ്ങൾക്ക് തൽക്കാലം സ്റ്റോക്ക്, പക്ഷേ അതൊരു ടെമ്പററി സൊല്യൂഷനാണ്. ബട്ട് ഇൻസ്റ്റഡ് നിങ്ങൾ ഈ ലോജിക്ക് നിങ്ങൾ ഒരുപക്ഷെ വീണ്ടും 1-2 തവണ കാണുമ്പോൾ ഇത് മനസ്സിലാവും. ഇത് വലിയ കൺഫ്യൂഷനൊന്നുമില്ല. കാരണം ഞാനും നിങ്ങളുടെ കൂട്ട് തന്നെ പഠിച്ചാണ്. വളരെ സിമ്പിളായിട്ട് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു ലോജിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇങ്ങനെയാണ് കണ്ടീഷൻസ് പ്ലോട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, നിങ്ങൾ ഓരോ ചാർട്ടുകൾ കാണുമ്പോഴും പല ചാർട്ടുകൾ കുറച്ച് മാർക്കറ്റ് നോക്കുന്നവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കാണും. സ്റ്റോക്കിൽ ഒരുപാട് ചാർട്ടുകളിൽ പല പല ഓപ്പർച്യൂണിറ്റീസ് കാണും. പക്ഷേ ഈ ഓപ്പർച്യൂണിറ്റികളെല്ലാം നിങ്ങൾക്ക് വേറൊരാളുടെ സഹായമില്ലാതെ നിങ്ങളുടേതായ രീതിയിൽ സ്ട്രീക്ക് യൂസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഏത് സ്ക്രീനേഴ്സ് യൂസ് ചെയ്യുന്നവർക്ക് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് ലോജിക്ക് വെച്ചിട്ട് ഓരോ സ്ക്രീനറുകളിൽ ഡിഫൈൻ ചെയ്യാം. ഇതിൽ തന്നെ നമുക്ക് മൂവിങ് ആവറേജ് വെച്ച് ഫിൽട്ടർ ചെയ്യാം. എന്തെല്ലാം കണ്ടീഷൻസ് ഉണ്ടോ ആ കണ്ടീഷൻസ് ഒക്കെ നമ്മളുടേതായ ലോജിക്ക് വെച്ചിട്ട് ആഡ് ചെയ്യാം. അപ്പം നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, പഠിച്ചു കഴിഞ്ഞാൽ, അതേ രീതിയിൽ നിങ്ങൾക്ക് സ്കാനേഴ്സ് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഇവിടെ ടൈം ഫ്രെയിം മാറിയിട്ടുണ്ട്. ടൈം ഫ്രെയിം ശ്രദ്ധിക്കുക. 1 ഡേ ടൈം ഫ്രെയിം ആണ് കൊടുക്കുന്നത്. ടൈം ഫ്രെയിം അവിടെ മാറിയായിരുന്നു. സോ 1 ഡേ കൊടുക്കുക. ക്യാൻഡിൽ സ്റ്റിക്ക് നിഫ്റ്റി 100-ൽ നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ സ്കാനറിന് എൻ്റെ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ ഒരു പേര് കൊടുക്കാം, 52 വീക്ക് breakout stocks. സോ പൊട്ടൻഷ്യൽ ബ്രേക്ക്ഔട്ട് എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി സ്ട്രീക്കിൽ ബൈ ഡിഫോൾട്ട് ഒരു സ്കാനർ ഉണ്ട്. അത് ബ്രേക്ക്ഔട്ട് സംഭവിച്ച സ്റ്റോക്കുകളും വരും, അതും നോക്കാവുന്നതാണ്. ബട്ട് ഇതാണ് വളരെ ഫൈൻ ആയിട്ടുള്ള സ്റ്റോക്കുകൾ. സോ സ്കാൻ ആൻഡ് സേവ്. സോ ഇപ്പോൾ കറൻ്റ്ലി എനിക്ക് നിഫ്റ്റി 100-ൽ ഒരു സ്റ്റോക്ക് മാത്രമാണ് കിട്ടിയത്. കുറച്ച് മുന്നേ സ്കാൻ ചെയ്തപ്പോൾ നേരത്തെ സ്റ്റോക്കുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഓൾറെഡി അത് ബ്രേക്ക്ഔട്ട് സംഭവിച്ച് പോയിട്ടുണ്ടാവും. സോ ഹാവൽസ് സ്റ്റോക്ക് നമുക്ക് വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോക്കാം, നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇപ്പോൾ ലൈവ് മാർക്കറ്റ് അവേഴ്സ് ആണ്. സോ പെർഫെക്റ്റ് ടൈമിലാന്ന് തോന്നുന്നു സ്കാൻ ചെയ്തേക്കുന്നത്. കാരണം നിയർലി അത് ബ്രേക്ക്ഔട്ടിനടുത്ത്. വാ, ഇത് നല്ലൊരു ബ്രേക്ക്ഔട്ട് 716. അപ്പം പ്രീവിയസ് 1 വീക്ക് ഹൈ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഈ റേഞ്ചിൽ വരും. 1 ഇയർ പീരീഡ്. ഓക്കെ, 1 ഇയർ പീരീഡിൽ ഒരു ഹൈ നമുക്ക് മാർക്ക് ചെയ്യാം. ഇല്ല, ഹൈ ക്രോസ് ചെയ്തിട്ടില്ല. നിയർലി, അതായത് 5% ഹൈ ക്രോസ് ചെയ്ത സ്റ്റോക്കുകൾ ഒരിക്കലും വരില്ലല്ലോ. കാരണം 5%, അതായത് ഇയർലി ഹൈ എന്ന് പറയുന്നത് 717 ആണ്. ഇപ്പം 704-ലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം 717 ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം നമുക്കതൊരു നല്ല ബ്രേക്ക്ഔട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അപ്പം നിയർലി CR റേഞ്ച് കുറച്ചുകൂടെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ, ഡെയിലി ക്യാൻഡിൽ എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം റിമൂവ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് 1 ഇയർ പീരീഡ്. 4th നവംബറിൽ വന്ന ഒരു ഹൈ ആണ്. സോ ആ ഒരു ഹൈക്ക് മുകളിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് ഈ റേഞ്ചാണ്. ഇപ്പോൾ ഈ റേഞ്ച് ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ 52 വീക്ക് ഹൈ ആണ്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ സ്റ്റോക്ക് ഐഡൻറ്റിഫൈ ആയിട്ടുണ്ട്. സോ ഇതാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സ്റ്റോക്ക് കിട്ടി. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പാണ് അനദർ ഇമ്പോർട്ടൻറ്റ് തിങ്, നമ്മൾ സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുക ഈ ബ്രേക്ക്ഔട്ട് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു സ്കാനർ നമ്മൾ സേവ് ചെയ്തിടുക, 52 വീക്ക് ബ്രേക്ക്ഔട്ട് സ്റ്റോക്ക്. ഇത് നമുക്ക് ഡെയിലി സ്കാൻ ചെയ്യാം. എൻഡ് ഓഫ് ദ ഡേ ഡെയിലി സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക്ഔട്ടിന് അടുത്ത് വരുന്ന സ്റ്റോക്കുകൾ, ഇതൊരു നിഫ്റ്റി 500-ലൊക്കെ സ്കാൻ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അധികം സ്റ്റോക്കുകൾ കിട്ടും. ബട്ട് നിഫ്റ്റി 100 അല്ലെങ്കിൽ നിഫ്റ്റി 50-ൽ, നിഫ്റ്റി 500-ൽ ഹാവൽസ് മാത്രമേ ഉള്ളൂ ബ്രേക്ക്ഔട്ട്. പക്ഷെ നേരത്തെ 2-3 സ്റ്റോക്കുകൾ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ അത് ബ്രേക്ക്ഔട്ട് സംഭവിച്ച് പോയി കാണും. എനിവേ, നമുക്ക് സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യാൻ ഇനിയും. സോ സ്ട്രാറ്റജിയിൽ പോയിട്ട് ക്രിയേറ്റ് ന്യൂ സ്ട്രാറ്റജി. സോ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ സ്വിച്ച് ടു അഡ്വാൻസിലേക്ക് പോവുക. കാരണം നമ്മൾ ഈ പീരീഡ് ഫംഗ്ഷൻസും കാൽക്കുലേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അത് ബേസിക്കിൽ അത് പോസിബിൾ അല്ല. സോ ബേസിക്കലി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പീരീഡ് മാക്സ് ഫംഗ്ഷൻ ഒന്നും പറ്റില്ല. അപ്പോൾ ഓൾറെഡി ഫസ്റ്റ് തന്നെ സ്വിച്ച് ടു അഡ്വാൻസിലേക്ക് പോവുക. ഓക്കെ, സോ 2 ഓപ്ഷൻ ഉണ്ട്, സ്വിച്ച് ടു അഡ്വാൻസ്, സ്വിച്ച് ടു ബേസിക്. അപ്പം അഡ്വാൻസിലേക്ക് സ്വിച്ച് ചെയ്തു. ദെൻ സ്ക്രിപ്റ്റ് ആഡ് ചെയ്യുക. ഡാബർ സ്റ്റോക്ക് തന്നെ നമ്മൾ ചെക്ക് ചെയ്തത്. ദെൻ റീസെൻ്റ്ലി ബ്രേക്ക്ഔട്ട് സംഭവിച്ച 2 സ്റ്റോക്ക് ഉണ്ട്, ഒരു ആൽക്കം, ദെൻ ഒരു വിപ്രോ കൂടി ആഡ് ചെയ്യാം. അത് റീസെൻ്റ്ലി ബ്രേക്ക്ഔട്ട് സംഭവിച്ച സ്റ്റോക്കുകളാണ്. സോ അതും കൂടെ നമുക്കൊന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ദെൻ ക്യാൻഡിൽ ഡ്യൂറേഷൻ 1 ഡേ അല്ല, സോറി 15 മിനിറ്റ്സ്. കാരണം 1 ഡേ നമ്മൾ സ്കാനറിൽ മാത്രമാണ്. ഇവിടെ 1 ഡേ ഡെയിലി ക്ലോസ് ചെയ്ത ക്യാൻഡിൽ എടുത്തിട്ട് കാര്യമില്ല. 15 മിനിറ്റ്സ് ക്യാൻഡിൽ ബ്രേക്ക്ഔട്ടിന് മുകളിൽ വന്ന് ക്ലോസ് ചെയ്യുമ്പോഴാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. സോ 15 മിനിറ്റ്സ് ക്യാൻഡിൽ സെലക്ട് ചെയ്യുക. ദെൻ ബൈ, ഓഫ് കോഴ്സ് ബൈ പൊസിഷൻ ആണ്. ക്വാണ്ടിറ്റി ഒരു 500 ക്വാണ്ടിറ്റീസ്. ദെൻ
നമ്മൾ എൻട്രി കണ്ടീഷൻസ്, സ്ട്രാറ്റജി എൻട്രി കണ്ടീഷൻസ് ഇതൊക്കെയാണ്. അതായത് കാനൽ ഡ്യൂറേഷൻ 15 മിനിറ്റ്സ്, ക്ലോസ് ഹയർ ദാൻ 52-week പീരീഡ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സ്കാനറിൽ ചെയ്ത പോലെ തന്നെ ഡെയിലി ക്യാൻഡിൽസ് നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഡെയിലി നമ്മളിപ്പോൾ 250 എന്നിവിടെ ഇട്ട് കഴിഞ്ഞാൽ സ്ട്രീക്ക് റീഡ് ചെയ്യുന്നത് 250 50 മിനിറ്റ്സ് ക്യാൻഡിൽസ് ആണ് റീഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഒരു വർഷത്തെ എടുക്കണമെങ്കിൽ 250 ഡെയിലി, 250 ഇൻറ്റു 25 50 മിനിറ്റ്സ് ക്യാൻഡിൽസാണ് ഒരു ഡേ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. സോ ടോട്ടൽ 6250 ക്യാൻഡിൽ. ഇവിടുത്തെ കാൽക്കുലേഷനിൽ അതാണ് ഞാൻ പറഞ്ഞത്. 6250 വന്നെങ്കിൽ മാത്രമേ ഒരു 1 ഇയർ പീരീഡ് റീഡ് ചെയ്യൂ. അപ്പോൾ ക്ലോസ്, ഫസ്റ്റ് കണ്ടീഷൻ ക്ലോസ്, ഇവിടെ എൻട്രി കണ്ടീഷൻസ് ക്ലോസ് ഹയർ ദാൻ 52-week പീരീഡ്. അപ്പം മുകളിലാണല്ലോ ക്ലോസ് ചെയ്യുന്നത്. So close of the current candle, so opening range മാറ്റി higher than period max function യൂസ് ചെയ്യുക. 250 എന്ന് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ 250 15 മിനിറ്റ്സ് ക്യാൻഡിൽ ആയിരിക്കും റീഡ് ചെയ്യുന്നത്. സോ മൾട്ടി ടൈം ഫ്രെയിം എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. കാരണം അത് പക്ഷേ സ്ട്രീക്കിന്റെ അൾട്ടിമേറ്റ് പ്ലാൻ യൂസേഴ്സിന് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ ബേസിക് പ്ലാൻ ആണ് യൂസ് ചെയ്യുന്നത്. കൂടുതലും ആളുകൾ ബേസിക് പ്ലാൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക് പ്ലാൻ യൂസ് ചെയ്യുന്നവർക്ക് നമ്മൾ ആ ഒരു ക്യാൻഡിൽസ് ഡിവൈഡ് ചെയ്തിട്ട് 15 മിനിറ്റ്സിൽ തന്നെ കൊടുത്തെങ്കിൽ മാത്രമേ അത് കറക്റ്റായിട്ട് റീഡ് ചെയ്യൂ. സോ 6250, 6250 15 മിനിറ്റ്സ് ക്യാൻഡിൽ അതായത് 1 ഇയർ ഡ്യൂറേഷൻ ഇവിടെ വരും. നേരത്തെ സ്കാനറിൽ കൊടുത്ത പോലെ ഹൈ -1, ഹൈ ഓഫ്സെറ്റ് -1. സോ ഫസ്റ്റ് കണ്ടീഷൻ പ്ലോട്ടായി. അതായത് 50 മിനിറ്റ്സിന്റെ ക്ലോസ്, ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നത് പ്രീവിയസ് 1 ഇയറിലെ ഹൈക്ക് മുകളിൽ വന്ന് ക്ലോസ് ചെയ്യുമ്പോൾ ഒരു കണ്ടീഷനായി. സോ നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ലാസ്റ്റ് 30 ഡേയ്സ് ഹൈ ലോവർ ദാൻ റെസ്റ്റ് ഓഫ് 50. അതായത് 250 ദിവസം മുഴുവനുള്ളതിൽ ലാസ്റ്റ് 30 ദിവസം, അതായത് ഈ ലാസ്റ്റ് റീസെൻ്റ്ലി 30 ദിവസത്തിനിടയിൽ ബ്രേക്ക് ഔട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോക്കുകളിൽ നമ്മൾ എൻട്രി എടുക്കില്ല. ബ്രേക്ക് ഔട്ട് സംഭവിച്ചിട്ട് നേരത്തെ ഡാബറിൽ കണ്ട പോലെ സസ്റ്റെയിൻ ചെയ്യാതെ തിരിച്ചു വന്ന് ചിലപ്പോൾ സെയിം ഡേ തന്നെ വീണ്ടും ടെസ്റ്റ് ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ആകാം. അപ്പോൾ സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള സ്റ്റോക്കുകൾ നമുക്ക് വേണ്ട. അപ്പോൾ അത് ഫിൽട്ടർ ചെയ്ത് മാറ്റാൻ വേണ്ടിയുള്ള കണ്ടീഷനാണ് പീരീഡ് മാക്സ്. സ്കാനറിൽ കൊടുത്തത് തന്നെ ജസ്റ്റ് ഒരു മോഡിഫിക്കേഷൻ. സോ പീരീഡ് മാക്സ് 30 ഡേയ്സ് എന്ന് പറയുന്നത് ഒരു ദിവസം 25 15 മിനിറ്റ്സ് ക്യാൻഡിൽ. അപ്പോൾ 25 ഇൻറ്റു 50, സോ 750 എന്ന് പറയുന്നത് 50 മിനിറ്റ്സ് ക്യാൻഡിലാണ്. 750 50 മിനിറ്റ്സ് ക്യാൻഡിൽ എന്ന് പറയുന്നത് 30 ഡേയ്സ് ആണ്. ഓക്കെ, സിമ്പിൾ മാത്തമാറ്റിക്സ്. -1 ലോജിക്ക് മനസ്സിലാക്കുക. കാരണം അതാണ് ഞാൻ ഈ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. ലോജിക്ക് മനസ്സിലാക്കിയാലുള്ള ഗുണം നിങ്ങൾക്ക് തന്നെ ഇത് വീണ്ടും ചെയ്യാം. നെക്സ്റ്റ് ടൈം ആരുടെയും ഒരു സ്ക്രീനേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട, ഒരു സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് കോപ്പി ചെയ്യേണ്ട, നിങ്ങളുടേതായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് സ്ട്രാറ്റജീസ് ക്രിയേറ്റ് ചെയ്യാൻ, ഡിസ്പ്ലോയ് ചെയ്യാം. ഇതിൽ നല്ല സ്ട്രാറ്റജീസ്, നല്ല ലോങ് ടേമിൽ നല്ല റിസൾട്ട് ഉണ്ടാകുന്ന സ്ട്രാറ്റജീസ് നിങ്ങൾക്ക് തന്നെ മോഡിഫൈ ചെയ്തിട്ട് ഡിപ്ലോയ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് കണ്ടീഷൻ കൊടുക്കുക, ലോവർ ദാൻ. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ആ ലോജിക്ക് അതേപോലെയാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. ലോവർ ദാൻ റെസ്റ്റ് ഓഫ് ദ 50, അതായത് റെസ്റ്റ് ഓഫ് ദ ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഈ 30 ദിവസം ഓൾറെഡി കൊടുത്തു. പിന്നെ 220 ദിവസമാണ്. അപ്പോൾ 220 ഇൻറ്റു 25 എന്ന് പറയുന്നത് 5500 വരും 50 മിനിറ്റ് ക്യാൻഡിൽ തന്നെ ക്ലോസ് ചെയ്യുമ്പോൾ. എഗെയിൻ ലോവർ ദാൻ പീരീഡ് മാക്സ് ഫംഗ്ഷൻ തന്നെ. പീരീഡ് മാക്സ് ആണ്, മിനിമം ആയി പോരുത്. 2 കണ്ടീഷനുണ്ട്. സോ അത് വേറെ യൂസ് ചെയ്യുന്ന 5500, അതായത് 220 ദിവസം ബാലൻസ്. ദെൻ ഹൈ -1 അല്ല ഓഫ്സെറ്റ് കൊടുക്കേണ്ടത്. കാരണം ഓൾറെഡി ആദ്യത്തെ 30 ക്യാൻഡിൽ നമ്മൾ റീഡ് ചെയ്ത് മാറ്റി. അപ്പോൾ ഇനിയും വേണ്ടത് ഹൈ -750. ഇവിടെ നമ്മൾ 750 കൊടുത്തു കഴിഞ്ഞു 30 ഡേയ്സ്. അപ്പോൾ 30 ഡേയ്സ് മുതൽ പിന്നെ അങ്ങോട്ടുള്ള 220 ഡേയ്സ് ആണ് അല്ലേ ലോവർ ദാൻ. അപ്പോൾ ഇതായിരിക്കണം ഹയർ ആയിട്ട് നിൽക്കേണ്ടത്. ഇത് അതിൽ ലോവർ ആയിരിക്കണം. റീസെൻ്റ്ലി ബ്രേക്ക് ഔട്ട് സംഭവിച്ചിട്ടില്ല എന്നുള്ള കണ്ടീഷനും പ്ലോട്ടായി. ഓക്കെ, നെക്സ്റ്റ് കണ്ടീഷൻ ആഡ് അനദർ കണ്ടീഷൻ കൊടുക്കുക. നെക്സ്റ്റ് സിമ്പിൾ കണ്ടീഷൻ, ക്ലോസ് വ്യൂ ആപ്പ് ഹയർ ദാൻ. അപ്പോൾ കറണ്ട് ക്ലോസ്, ആ 15 മിനിറ്റ് ക്യാൻഡലിന്റെ ക്ലോസ് ഹയർ ദാൻ വ്യൂ ആപ്പ്. ക്രോസസ് അബോ കൊടുക്കരുത്, ഹയർ ദാൻ കൊടുക്കുക. ക്രോസസ് അബോ വന്നു കഴിഞ്ഞാൽ വ്യൂ ആപ്പിൽ ക്ലോസ് ചെയ്ത്, അതുകൊണ്ട് ഹയർ ദാൻ വ്യൂ ആപ്പ്. ഓഫ്സെറ്റ് 0 തന്നെ, ഇത് 2 0. ആ കണ്ടീഷന് പ്ലോട്ടായി. സോ നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് കറണ്ട് വോളിയം ഹയർ ദാൻ ലാസ്റ്റ് 2 ഡേയ്സ് വോളിയം. അത് ശ്രദ്ധിക്കണം. ഡാബറിൽ നമ്മൾ കണ്ട പോലെ തന്നെ ആ ഒരു ബ്രേക്ക് ഔട്ട് ക്യാൻഡലിന്റെ വോളിയം എന്ന് പറയുന്നത് ലാസ്റ്റ് 50 മിനിറ്റ്സ് ക്യാൻഡലിന്റെ വോളിയം ലാസ്റ്റ് 2 ദിവസം സംഭവിച്ചേക്കുന്ന വോളിയത്തിലേക്കാളും മുകളിലായിരിക്കണം. അവിടെ നമ്മൾ പീരീഡ് മാക്സ് ഫംഗ്ഷൻ തന്നെ യൂസ് ചെയ്യാം. ആഡ് ആൻഡ് കണ്ടീഷൻ കൊടുക്കുക. സോ വോളിയം എന്ന് കൊടുക്കുക, വോളിയം ഓഫ് ക്യാൻഡിൽ, കറണ്ട് ക്യാൻഡിൽ ഹയർ ദാൻ കണ്ടീഷൻ. ഓക്കെ, ഹയർ ദാൻ കണ്ടീഷൻ ഇവിടെ മാറ്റിയിട്ട് ഹയർ ദാൻ
ഇവിടെയും പീരീഡ് മാക്സ് കൊടുക്കുക, കാരണം ആ ഒരു പീരീഡിലാണ് എടുക്കേണ്ടത്. അപ്പോൾ 2 ഡേയ്സിൻ്റെയാണ്. 2 ഡേയ്സ് എന്ന് പറയുന്നത് ഒരു ദിവസം 25 15 മിനിറ്റ്സ് ക്യാൻഡിൽ. അപ്പോൾ 2 ഡേയ്സ് എന്ന് പറയുന്നത് 50 15 മിനിറ്റ്സ് ക്യാൻഡിൽ. അപ്പോൾ 2 ദിവസത്തെ കണ്ടീഷൻസ് ആയി. വോളിയം പ്രീവിയസ് ക്യാൻഡിലിൻ്റെ വോളിയം മുതൽ, അതായത് വോളിയം -1. ഇവിടെ 0 കൊടുക്കരുത്, അപ്പോൾ കറണ്ട് ക്യാൻഡിലും കൂടെ റീഡ് ചെയ്യും, അപ്പോൾ കണ്ടീഷൻ വർക്കൗട്ട് ആവാതിരിക്കും. അപ്പം -1 കൊടുക്കുക. തൊട്ട് മുന്നത്തെ ക്യാൻഡിൽ തൊട്ട് 50 ക്യാൻഡിൽ, അതായത് 2 ദിവസത്തെ ക്യാൻഡിലിൻ്റെ വോളിയത്തേക്കാൾ കൂടുതലായിരിക്കണം വോളിയം. ആ ബ്രേക്ക് ഔട്ട് ക്യാൻഡിലാണെന്ന് ആ ഒരു വോളിയം കുറഞ്ഞ വോളിയത്തിലാണ് വരുന്നെങ്കിൽ ഫാൾസ് ബ്രേക്ക് ഔട്ടൊക്കെ നല്ല രീതിയിൽ എലിമിനേറ്റ് ചെയ്ത് മാറ്റും. ഇനിയും ലാസ്റ്റ് ആൻഡ് ഫൈനൽ കണ്ടീഷൻ MFI അബവ് 50. അത് വളരെ സിമ്പിളായിട്ട് MFI, മണി ഫ്ലോ ഇൻഡെക്സ് ഹയർ ദാൻ 50. ബൈ ഡിഫോൾട്ട് തന്നെ 50 ആണ് വന്നേക്കുന്നത്, അല്ലെങ്കിൽ നമ്പർ ഇവിടെ മാറ്റി 50 കൊടുക്കുക. സോ കണ്ടീഷൻസ് പ്ലോട്ടായി. സോ ഇത്രയേ ഉള്ളൂ കണ്ടീഷൻസ്. അത് ലോജിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതുപോലെ കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. ഇത് നിങ്ങൾ ഇതേപോലെ തന്നെ വെച്ചിട്ട് ഓരോ ഫീൽഡുകൾ കോപ്പി ചെയ്യുന്നതിന് പകരം ലോജിക്ക് മനസ്സിലാക്കുക, എന്നിട്ട് നിങ്ങൾ തന്നെ എൻ്റർ ചെയ്യുക, എന്നിട്ട് അത് കറക്റ്റാണെന്ന് പരിശോധിക്കുക. സോ ക്ലോസ് ഹയർ ദാൻ, അതായത് 1 ഇയർ പീരീഡിന് മുകളിൽ വന്ന് ക്ലോസ് ചെയ്യുക. അതേപോലെ തന്നെ ലാസ്റ്റ് 30 ഡേയ്സിൽ അത് ക്ലോസ് ചെയ്തിട്ടുണ്ടാവാൻ പാടില്ല. അതേപോലെ തന്നെ 15 മിനിറ്റ്സ് ക്ലോസ് ചെയ്യുന്നത് VWAP-ന് മുകളിലായിരിക്കണം. ദെൻ വോളിയം ലാസ്റ്റ് 2 ദിവസത്തെ വോളിയത്തിനേക്കാളും കൂടുതലായിരിക്കണം. അത് ലാസ്റ്റ് 2 ദിവസത്തെ 15 മിനിറ്റ്സ് ക്യാൻഡിലുകളിൽ ഉണ്ടാകുന്ന ഹൈ വോളിയത്തിനേക്കാൾ കൂടുതലായിരിക്കണം ആ കറണ്ട് വോളിയം. MFI ഷുഡ് ബി ഹയർ ദാൻ 50. ഇതൊക്കെ നമ്മൾ ചാർട്ടിൽ കണ്ട കണ്ടീഷൻസ് ആണ്. ദെൻ എക്സിറ്റ് കണ്ടീഷൻ. എക്സിറ്റ് കണ്ടീഷൻ സിമ്പിൾ ആണ്. ക്ലോസ് ക്രോസസ് ബിലോ ATR ട്രെയിലിംഗ് സ്റ്റോപ്സ്. സോ ആഡ് എക്സിറ്റ് കണ്ടീഷൻ ഓപ്ഷണൽ കൊടുക്കുക. സോ ക്ലോസ്. MFI 20 പീരീഡ് ആണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബൈ ഡിഫോൾട്ട് 14 പീരീഡ് ആയിരിക്കും വരുന്നത്. സോ ഇവിടെ എക്സിറ്റ് കണ്ടീഷനിൽ നമ്മൾ ക്രോസസ് ബിലോ, ലോവർ ദാൻ അല്ല, ക്രോസസ് ബിലോ. ഓക്കെ. ATR ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് മൾട്ടിപ്ലയർ 3 പീരീഡ് 21 ഓഫ്സെറ്റ്. അത് ഡിഫോൾട്ടാണ്, അത് അതേപോലെ തന്നെ കൊടുക്കുക. അതാണ് നമ്മൾ നേരത്തെ ചാർട്ടിലും പ്ലോട്ട് ചെയ്തത്. അപ്പോൾ ഇൻ കേസ് ഈ ATR-ന് താഴെ വന്ന് പെട്ടെന്ന് ഒരു റിവേഴ്സൽ വന്ന് പ്രൈസ് ക്ലോസ് ചെയ്യാൻ എക്സിറ്റ് ചെയ്യും. അതല്ലെങ്കിൽ നമ്മുടെ ഒരു റിസ്ക് വെച്ചിട്ട് 0.5% അല്ലെങ്കിൽ ഒരു 0.7% സ്റ്റോപ്പ് ലോസ് കൊടുക്കാം. ദെൻ ടാർഗറ്റ് പ്രോഫിറ്റ് 1% കൊടുക്കാം, അല്ലെങ്കിൽ ഒരു 1.2%. ഒരു ഇതിൽ ഡീസെൻ്റ് ആയിട്ട് 0.5% മുകളിൽ എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. 0.5 0.1% ഒക്കെ ഡീസെൻ്റ് ആയിട്ട് കിട്ടും. സോ 1% വേണേൽ സെറ്റ് ചെയ്യാം. 1.2% എനിവേ, കാരണം ഡബിളിൽ ഞാൻ എൻട്രി എടുത്തതാണ്. സോ 0.7% സ്റ്റോപ്പ് ലോസ് കൊടുക്കുക. ഷോ അഡ്വാൻസ്ഡിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, സെറ്റ് ചെയ്യണം. ഇത് MIS ആയിരിക്കണം. ക്യാൻഡിൽ സ്റ്റിക്ക് തന്നെ. എൻട്രി ടൈം ഏതുമാവും, പ്രശ്നമില്ല. ബാക്ക് ഡേറ്റ് ഒക്കെ, സ്റ്റാർട്ട് ഡേറ്റ് ഇത് ബാക്ക് ടെസ്റ്റിന് വേണ്ടിയുള്ളതാണ്, അതിൽ റിലവൻസ് ഇല്ല. സോ ക്യാൻഡിൽ സ്റ്റിക്ക് MIS. ഇനി ഒരു സ്ട്രാറ്റജിക്ക് പേര് കൊടുക്കാം. സോ 52 വീക്ക് ഹൈ ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജി. ഇത്രയേ ഉള്ളൂ സ്ട്രാറ്റജിയുടെ കണ്ടീഷൻസ്. നമുക്കിനി ഒന്ന് സേവ് ചെയ്യാം. ഓട്ടോമാറ്റിക്കായിട്ട് ബാക്ക് ടെസ്റ്റ് വരും. സേവ് ചെയ്തൊന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. 3 സ്റ്റോക്കുകൾ, ഓരോ എൻട്രി. ഓഫ് കോഴ്സ് ഒരു എൻട്രി മാത്രമേ എടുക്കൂ, കാരണം എൻട്രി കഴിഞ്ഞിട്ട് വീണ്ടും രണ്ടാമത് വന്നിട്ട് വീണ്ടും അത് സസ്റ്റെയിൻ ചെയ്യാതെ പ്രൈസ് തിരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ എൻട്രി എടുക്കില്ല, കാരണം അതെല്ലാം ഫിൽട്ടർ ചെയ്ത് മാറ്റാനുള്ള കണ്ടീഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ ഇത്രയധികം ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തതിൻ്റെ കാര്യം, ഇത്രയധികം കണ്ടീഷൻസ് യൂസ് ചെയ്തതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഫോൾസ് ബ്രേക്ക്ഔട്ടുകൾ മാക്സിമം എലിമിനേറ്റ് ചെയ്യുക. ഇതും കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക്ഔട്ട് സംഭവിക്കില്ല എന്നുള്ളതല്ല, ബട്ട് മാക്സിമം നമ്മൾ മാനുവലി ട്രേഡ് ചെയ്യുമ്പോൾ ഇത്രയധികം ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ഫോളോ ചെയ്യാൻ ഒരുപാട് tedious ആയിട്ടുള്ള ഒരു ടയറിംഗ് ആയിട്ടുള്ള ഒരു ജോബ് ആയിരിക്കും ഇത്. പിന്നെ ഇമോഷൻസും എല്ലാം മിക്സപ്പ് ആകുമ്പോൾ കറക്റ്റായിട്ട് നമുക്കത് പ്ലേസ് ചെയ്യാൻ പറ്റണമെന്നില്ല. ബട്ട് ഇത് ഇങ്ങനെ ഒരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്ത് വൺ ടൈം ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയധികം കണ്ടീഷൻസ് മീറ്റ് ആവുകയാണെങ്കിൽ മാത്രമായിരിക്കും നമ്മൾ എൻട്രി എടുക്കുന്നത്. കറക്റ്റായിട്ട് ഡീസൻറ്റ് 1.2% പ്രോഫിറ്റ് ഈ 3 സ്റ്റോക്കുകളിലും കൃത്യമായിട്ട് ബുക്ക് ചെയ്ത് എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു സ്റ്റോക്കിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം, ആൽക്കം. ഓക്കെ, സോ ആൽക്കം സ്റ്റോക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. കണ്ടീഷൻസ് നേരത്തെ പ്ലോട്ട് ചെയ്തുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. സോ ആൽക്കമിൻ്റെ നമുക്കൊരു 1 ഇയർ പീരീഡ്, ദെൻ ഹൈ ആദ്യം മാർക്ക് ചെയ്യാം. സോ 1 ഇയറിൻ്റെ ഹൈ ഓൾമോസ്റ്റ് ഈ റേഞ്ചിൽ ഹൈ. ഇനി 15 മിനിറ്റിലേക്ക് നോക്കാം. ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസിൽ 4th ഓഗസ്റ്റിലാണ് നമുക്കൊരു ബ്രേക്ക്ഔട്ട് കിട്ടിയേക്കുന്നത്. 4th ഓഗസ്റ്റ് പോലെ ആ ഒരു റേഞ്ചിൽ നമുക്ക് ആ ഒരു ബ്രേക്ക്ഔട്ട് കിട്ടിയിരിക്കുന്നത് പെർഫെക്റ്റ് ആയിട്ട് നമുക്കത് ക്യാപ്ചർ ചെയ്യാനും പറ്റിയിട്ടുണ്ട്.
സോ ഇത്രയേ ഉള്ളൂ സ്ട്രാറ്റജി. ഈ സ്കാനേഴ്സും ഇത് നമ്മൾ വൺസ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്കിത് റെഗുലർലി യൂസ് ചെയ്യാം. ഒരു ബ്രേക്കൗട്ട് പോലും, അതായത് ഇയർലി ബ്രേക്കൗട്ട് സംഭവിക്കുന്ന ഒരു സ്റ്റോക്കുകൾ പോലും മിസ്സാകാതെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. സോ ഞാൻ വീണ്ടും ഇതെങ്ങനെ എൻ്റെ സ്ട്രാറ്റജി ഒന്ന് ലൈവ് ഡിപ്ലോയ് ചെയ്യാം. സോ 52 വീക്ക് ബ്രേക്കൗട്ട് സ്റ്റോക്ക് ഹാവൽസ് ഓൾറെഡി സ്കാനായി കിടപ്പുണ്ട്. ഹാവൽസിൽ ബാസ്ക്കറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട, കാരണം അധികം സ്റ്റോക്കുകളൊന്നുമില്ല. അപ്പം നെക്സ്റ്റ് ഡേ ഞാൻ ചെയ്യുന്നത് ജസ്റ്റ് സ്ട്രാറ്റജിയിൽ പോയി കഴിഞ്ഞാൽ ഞാനിപ്പം ക്രിയേറ്റ് ചെയ്ത സ്ട്രാറ്റജി 52 വീക്ക് ഹയർ ബ്രേക്കൗട്ട്. സോ അത് എഡിറ്റ് കൊടുത്തു. അത് എഡിറ്റിൽ ഹാവൽസ് സ്റ്റോക്ക് ആഡ് ചെയ്തു. ഓക്കെ, വീണ്ടും സേവ് ചെയ്തു. നോ ട്രേഡ്സ് ഹാപ്പൻഡ് ആണ്, കാരണം ഇത് ബ്രേക്കൗട്ട് സംഭവിച്ചിട്ടില്ല. ഞാൻ സ്കാൻ ചെയ്ത് എടുക്കുന്നതാണ്. സോ പ്രീവിയസ് കണ്ടീഷനിലൊന്നും അങ്ങനെ ബ്രേക്കൗട്ട് ഇല്ല, അതുകൊണ്ടാണ് നോ ട്രേഡ്സ് ഹാപ്പൻഡ് വന്നത്. ഞാനിത് ഡിപ്ലോയ് ചെയ്യാൻ പോവാണ്. സോ സെലക്ട് ചെയ്തു, ഡിപ്ലോയ് 500 ക്വാണ്ടിറ്റി സ്ട്രാറ്റജി ലൈവ് ഫോർ 1 വീക്ക്. 1 വീക്ക് ഡ്യൂറേഷനിൽ കൊടുത്തേക്കാം, കാരണം വൺ ടൈം ബ്രേക്കൗട്ട് ആ ടൈമിൽ എപ്പോൾ വേണേലും സംഭവിക്കും. സ്ട്രാറ്റജി സൈക്കിൾ 1 ടൈം ഓഫ് കോഴ്സ്. 2 ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കണ്ടീഷനിൽ എൻട്രി എടുക്കില്ല, കാരണം ഒരിക്കൽ എൻട്രി എടുത്തു കഴിഞ്ഞാൽ പിന്നെ കാരണം ആ ഫിൽട്ടർ ചെയ്ത് മാറ്റാനുള്ള കണ്ടീഷൻ നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ. MAS ദെൻ വെറൈറ്റി റെഗുലർ എല്ലാം ഇത് ലൈവിലേക്ക് തന്നെ ഡിപ്ലോയ് ചെയ്യുവാണ്. സോ ഈ സ്ട്രാറ്റജി ലൈവിൽ ഡിപ്ലോയ് ആയി. അപ്പം ഇനി ഈ മാർക്കറ്റ് കണ്ടീഷൻസ് ഒന്നും ഞാൻ വാച്ച് ചെയ്യേണ്ട കാര്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് ഈ കണ്ടീഷൻസ് എല്ലാം മീറ്റ് ചെയ്യുന്ന രീതിയിൽ, ഇൻ കേസ് ഹാവൽസിൻ്റെ സ്റ്റോക്ക് 52 വീക്കിൻ്റെ പ്രൈസ് ഈ വിവാപ്പിന് മുകളിലും ഈ മണി ഫ്ലോ ഇൻഡെക്സും പിന്നെ പ്രീവിയസ് കണ്ടീഷൻസ് എല്ലാം മീറ്റ് ചെയ്യുന്ന രീതിയിൽ ക്ലോസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു 1.2% പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന രീതിയിൽ എനിക്കൊരു പ്രോഫിറ്റ് ബുക്കാവും. അതല്ലെങ്കിൽ ഡീസൻ്റ് ആയിട്ട് ലൈവ് വേണമെങ്കിൽ അങ്ങനെ മോണിറ്റർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് റെഗുലർലി നമുക്ക് സ്ട്രാറ്റജി ഡിപ്ലോയ് ചെയ്യാൻ പറ്റുന്നത്. ഇതേപോലെ തന്നെ നെക്സ്റ്റ് ഡേ വീണ്ടും എൻഡ് ഓഫ് ദി ഡേ എനിക്ക് വീണ്ടും ഞാൻ ഈ സ്കാനറിൽ ഓൾറെഡി സേവ് ചെയ്തിട്ടേക്കുന്ന സ്കാനറിൽ പോയി സ്കാൻ ചെയ്യാം. പുതിയ സ്റ്റോക്കുകൾ വല്ലതും വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അതായത് 5%-അടുത്ത് 5% ഒരുപാട് സ്റ്റോക്കുകൾ കിട്ടുവാണെങ്കിൽ നമ്മളത് കുറച്ചിട്ട് നേരത്തെ കാണിച്ച പോലെ തന്നെ 3% അടുത്തുള്ള നോക്കാം. ഏറ്റവും നിയറസ്റ്റ് ബ്രേക്കൗട്ടിന് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ എടുക്കാം. അതൊക്കെ നമ്മുടെ ബാസ്ക്കറ്റിൽ അത് നല്ല സ്റ്റോക്കുകളാണെങ്കിൽ, നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റോക്ക് ആണെങ്കിൽ അത് നേരെ ഈ സ്ട്രാറ്റജിയിലേക്ക് ആഡ് ചെയ്യുക, ഡിപ്ലോയ് ചെയ്യുക. റെഗുലർ ബേസിൽ ഇയർലി ബ്രേക്കൗട്ടുകൾ ഒരെണ്ണം പോലും മിസ് ചെയ്യാതെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ വീണ്ടും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കിയിട്ട് ഈ സ്കാനർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, ഈ സ്ട്രാറ്റജി എങ്ങനെ ഡിപ്ലോയ് ചെയ്യണം, എന്തൊക്കെ കണ്ടീഷൻസ് ആണ് ഇതിനകത്ത് ലോജിക്കലി ഇൻവോൾവ് ആവുന്നതെന്ന് ആ ലോജിക്ക് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ ലോജിക്ക് അപ്ലൈ ചെയ്തിട്ട് നിങ്ങളുടേതായ രീതിയിൽ തന്നെ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അത് കറക്റ്റ് ആണോ എന്ന് മാത്രം നോക്കി വെരിഫൈ ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ സ്കിൽസ് ഷാർപ്പൻ ആവും. അത് നിങ്ങൾക്ക് ലോങ് ടേമിൽ നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും. അതുകൊണ്ടാണ് ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. നിങ്ങൾക്ക് സിമ്പിളി ഇത് കോപ്പി ചെയ്യാം, ഇത് അതേപോലെ നോക്കിയിട്ട് ക്രിയേറ്റ് ചെയ്യാം. ബട്ട് അതൊരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു മെത്തേഡല്ല. നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യാൻ പറ്റും. ബട്ട് ഇതിൽ ഈ ഒരു സ്ട്രാറ്റജി ഒരു സ്ലൈറ്റ്ലി മോഡിഫൈ ചെയ്യാൻ പോലും പറ്റില്ല. ബട്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ ആ ലോജിക്ക് മനസ്സിലായി നിങ്ങളുടേതായ രീതിയിൽ തന്നെ ക്രിയേറ്റ് ചെയ്താൽ ഇതിലും നല്ല ബ്രേക്കൗട്ട്, ഇനിയും ഇതിലും മിസ്സുകൾ സംഭവിക്കും. അപ്പോൾ അതും എലിമിനേറ്റ് ചെയ്യാൻ നിങ്ങളുടേതായ രീതിയിൽ തന്നെ ഓരോ കണ്ടീഷൻസ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നല്ല കണ്ടീഷൻസ് നിങ്ങൾക്ക് തന്നെ മോഡിഫൈ ചെയ്യാൻ പറ്റുന്നെങ്കിൽ നാളെ എന്നോട് ഷെയർ ചെയ്യുക. ഞാനും തീർച്ചയായിട്ടും മറ്റുള്ളവർക്കും അത് ഷെയർ ചെയ്യാം, കാരണം അവർക്കും അത് യൂസ്ഫുൾ ആവും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാം ഇത് സെറ്റപ്പ് ചെയ്ത് നോക്കുക. ലോങ് ടേമിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം പുതിയ സ്റ്റോക്കുകൾ ഇയർലി ഹൈ ബ്രേക്കൗട്ട് ചെയ്യുന്ന ഒരു വളരെ ഹൈ പ്രോബബിലിറ്റി ട്രേഡുകൾ നമുക്ക് തരുന്ന ഒരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഇത് യൂസ് ചെയ്യുക. ഇത് ക്രിയേറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ്, എന്തെങ്കിലും ഡൗട്ടുകൾ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും കമൻസിൽ അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും റെസ്പോണ്ട് ചെയ്യാം. അങ്ങനെ എല്ലാവരും നല്ല രീതിയിൽ ഇത് യൂസ്ഫുൾ, എല്ലാവർക്കും ഇത് ഹെൽപ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക, അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്കറിയാവുന്ന സ്ട്രാറ്റജീസ്, സ്ട്രൈക്ക് റിലേറ്റഡ് ആൽഗോ ട്രേഡിംഗ് ടിപ്സുകളും കാര്യങ്ങളും എല്ലാം ഞാൻ എൻ്റെ ചാനലിലൂടെ ഷെയർ ചെയ്യാം. സോ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്.